ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി വിധി ഇന്ന്. വിധി പറയുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച്. കശ്മീരിൽ കനത്ത സുരക്ഷ. വയനാട്ടിലെ നരഭോജി കടുവയെ കണ്ടെത്താൻ വ്യാപക തെരച്ചിൽ. മരിച്ച പ്രജീഷിന്റെ കുടുംബത്തിനുള്ള ആദ്യ ഗഡു ധനസഹായം ഇന്ന് കൈമാറും. തിരുവമ്പാടിയിൽ റോഡിൽ പുള്ളിപ്പുലി ചത്ത നിലയിൽ. ശബരിമല പാതയിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നു. ഇടത്താവളങ്ങളിൽ വാഹന നിയന്ത്രണം. വെർച്വൽ ക്യൂ വഴി ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് 80,000 പേർ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കം മുറുകുന്നു. അതിരൂപത ശതാബ്ദി ആഘോഷം ചേരിതിരിഞ്ഞ്. വിമത വിഭാഗത്തിന്റെ ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിന്ന ബിഷപ്പുമാർ. വാർത്തയിലേക്ക് വിശദമായി. നവകേരള ബസിന് നേരെ ഷൂ എറിഞ്ഞതിനെ തള്ളി KSU. ഷൂ എറിഞ്ഞത് വൈകാരികമായ പ്രതികരണമാണെന്നും അത് ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധമല്ലെന്നറിയാമെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. കേസിൽ അറസ്റ്റിലായ സഹപ്രവർത്തകർക്ക് നിയമപരമായ സഹായം നൽകുമെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ഇന്നലെ പെരുമ്പാവൂരിൽ നടന്ന പ്രതിഷേധമായിക്കൊള്ളട്ടെ, പ്രതിഷേധിക്കാൻ വന്നവരെ കനാലിലേക്ക് വലിച്ചെറിയുന്ന തരത്തിൽ അവരുടെ തലയടിച്ചു പൊളിക്കുന്ന രീതിയിലേക്കുള്ള പ്രതികരണമൊക്കെയായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുണ്ടായ KSUവിൻ്റെ പ്രവർത്തകർക്കുണ്ടായ ഈ പ്രയാസങ്ങൾക്കെതിരുണ്ടായ ഒരു വൈകാരികമായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്നലെ കോതമംഗലത്തേക്ക് കടന്നു വന്നപ്പോൾ KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേസിൽ പാറക്കുടിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ഷൂ എറിനെ നോക്കിക്കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള സമരമാർഗങ്ങൾ ജനാധിപത്യപരമല്ല എന്ന കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇന്നലെ ഷൂ കൊണ്ടുള്ള പ്രതിഷേധമുണ്ടായപ്പോൾ 5 മിനിറ്റിനകം കോതമംഗലത്തെ സദസ്സിൽ വെച്ചുകൊണ്ട് അതിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് കണ്ടല്ലോ. എന്തേ ഈ DYFIക്കാർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിനെതിരെ ഒരു വാക്കുമുണ്ടാകാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത്? അപ്പോൾ അതിനെ എല്ലാം തടയിടാൻ അല്ലെങ്കിൽ അതിനെല്ലാം നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. അല്ലെങ്കിൽ ഇതിലും കടുത്ത രീതിയിലോട്ടുള്ള വേറിട്ട സമരമാർഗങ്ങൾ ഇനി തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വരുമെന്ന് തന്നെ ഞങ്ങൾ ആമുഖമായി സൂചിപ്പിക്കുക. സംഭവത്തിൽ KSU സംസ്ഥാന സെക്രട്ടറി ബേസിൽ വർഗീസ് ഉൾപ്പെടെ 4 പേരാണ് അറസ്റ്റിലായത്. ഇവർക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തി കേസെടുത്തു. എൽദോസ് കുന്നപ്പിള്ളിൽ MLAയെ കയ്യേറ്റം ചെയ്ത കേസിൽ കണ്ടാലറിയാവുന്ന 30ഓളം DYFI പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു. ഡാനി പോളുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, ആ സമര രീതിയെ KSUവിന് തന്നെ തള്ളിപ്പറയേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. അത് വൈകാരികമായ ആ സമയത്തുണ്ടായ ഒരു പ്രതികരണം എന്ന നിലയിലാണ് അലോഷ്യസ് സേവ്യർ പറയുന്നത്. പക്ഷേ അവർക്ക് നിയമസഹായം ഉൾപ്പെടെ നൽകി സംരക്ഷിക്കും എന്നും പറയുന്നു. ഇവിടെ അവർക്കെതിരെ വധശ്രമ കേസെടുക്കുമ്പോൾ MLAയെ ഉൾപ്പെടെ ആക്രമിച്ചവർക്കെതിരെ നിസ്സാര കേസുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്ന ഒരു ആക്ഷേപം കൂടി ഉണ്ട്. എങ്ങനെയാണ് ഈ വിഷയത്തെ സർക്കാർ കൈകാര്യം ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിനെതിരെയുള്ള പ്രതിഷേധം രൂപപ്പെടുന്നത്? രേണുക, ഇതിൽ പ്രതിഷേധിച്ചവർക്ക് നേരെ ശക്തമായ നടപടികളാണ് എടുക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ചാണ് ഷൂ എറിഞ്ഞവർക്കെതിരെയുള്ള ഒരു വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. ഇത് ഷൂ എറിയുമ്പോൾ പെട്ടെന്ന് ഡ്രൈവറുടെ അടക്കം ഇത് ഒരു ദൃശ്യം മാറും. അത് വലിയ രീതിയിൽ അപകടത്തിനും മുഖ്യമന്ത്രി, മന്ത്രിമാരുൾപ്പെടെയുള്ളവരുടെ ജീവന് തന്നെ ഭീഷണിയാകും എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ ആ രീതിയിൽ ഈ നവകേരള യാത്രക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു വകുപ്പുകളാണ് സർക്കാർ ചുമത്തുന്നത്, അല്ലെങ്കിൽ പോലീസ് സ്വീകരിക്കുന്ന നടപടികൾ എന്ന് പറയുന്നത്. ഈ ഒരു സമരരീതി, ഇന്നലെ ഷൂ എറിഞ്ഞതടക്കമുള്ള ആ ഒരു സമരരീതിയെ ഒരിക്കലും KSU ഇപ്പോൾ ന്യായീകരിക്കുന്നില്ല. അവരത് വ്യക്തമാക്കുന്നു. ഇതൊരു വൈകാരിക പ്രകടനം മാത്രമായിരുന്നു. പ്രവർത്തകർക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന വലിയ രീതിയിലുള്ള മർദ്ദനമുണ്ട്. ഗുണ്ടാ സംഘങ്ങളെ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സുരക്ഷയ്ക്ക് ഉപയോഗിക്കുന്നത് എന്നതടക്കം
ഇവർ ആരോപിക്കുന്നു. അപ്പോൾ അതിനെതിരെ നടന്ന വൈകാരികമായൊരു പ്രതിഷേധം മാത്രമായിരുന്നു. പക്ഷേ പ്രവർത്തകരെ തള്ളിപ്പറയാൻ KSU പ്രസിഡന്റ് തയ്യാറായില്ല. അവർക്ക് നിയമപരമായ എല്ലാവിധ സംരക്ഷണവും നൽകും. ഇതൊരു ജനാധിപത്യ രീതിയിലുള്ള സമരമല്ല എന്ന് തങ്ങൾക്കറിയാം. ഈ രീതിയിലുള്ള സമരം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേ തങ്ങൾ ഇനിയും ഷൂ എറിയും എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്നത് അത് ശരിയായ ഒരു നടപടിയല്ല. ഈ രീതിയിലുള്ള സമരം ഉണ്ടാകില്ല. മറിച്ച് മറ്റു രീതിയിലുള്ള സമരം തുടരുക തന്നെ ചെയ്യുമെന്ന് അലൂഷ ചേവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നവകേരള യാത്രയുടെ ഇവിടെ നോക്കൂ, വലിയ പ്രതിഷേധം ആ സമര രീതിയെ നേരിടുന്നതിനെതിരെ ഉയരുമ്പോൾ തന്നെ ആ സമര രീതിയെ പറയേണ്ടി വന്നിരിക്കുന്നു ആ സംഘടനയ്ക്ക്. അതൊരു ജനാധിപത്യ രീതിയിലുള്ള സമരമല്ല എന്ന് പറയേണ്ടി വന്നിരിക്കുമ്പോൾ തന്നെ അവർ ആ തെറ്റ് ഒരു പരിധിവരെ സമ്മതിക്കുകയല്ലേ? വധശ്രമം ഉൾപ്പെടെ ചുമത്തി അത് കടുത്ത നിയമ നടപടികളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പോലും സംഘടനയ്ക്ക് അത് ആ സമര രീതിയെ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ ആ വിമർശനങ്ങളൊക്കെ അവിടെ അവസാനിക്കുകയല്ലേ? സത്യത്തിൽ ആ വിമർശനങ്ങൾ അവിടെ അവസാനിക്കേണ്ടതാണ്. കാരണം ആ സമര രീതിയെ തന്നെ സംഘടന തന്നെ തള്ളിപ്പറയുന്നു. പക്ഷേ സംഘടനാ പ്രവർത്തകർ എന്ന രീതിയിൽ അവരുടെ ഒരു ഉത്തരവാദിത്വം, നിയമപരമായ ഒരു സംരക്ഷണം അവർക്ക് നൽകുമെന്ന് സംഘടന പ്രസിഡന്റ് എന്ന രീതിയിൽ ആലോചിച്ചവർ പറഞ്ഞു വയ്ക്കുമ്പോഴും അതിനൊരു കാരണമെന്ന് പറയുന്നത് വധശ്രമം ഉൾപ്പെടെയുള്ള ഒരു വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന നടപടി വളരെ കർശനമായ രീതിയിലുള്ളതാണ് നിയമ നടപടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ആ രീതിയിൽ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അവർ വൈകാരികമായി പ്രതികരിച്ചു എന്നത് മാത്രമാണ് അവർ ചെയ്ത തെറ്റ്. അതിനപ്പുറത്തേക്ക് മറ്റ് അർത്ഥങ്ങൾ അതിനെ കൊടുക്കുകയാണ് പലരും ചെയ്യുന്നത്. പോലീസ് അടക്കം നടപടികൾ ശക്തമാക്കുകയാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ രേണുക സൂചിപ്പിച്ചതുപോലെ ഇതിൽ അവർ ഈ ഒരു സംഭവത്തിൽ പ്രതിഷേധിച്ചത് തികച്ചും വൈകാരികമാണ്. അത് ഇനി തുടരില്ല. ഇത് തെറ്റാണെന്ന് തങ്ങൾക്കറിയാം. ജനാധിപത്യ രീതിയിലുള്ളതല്ല എന്ന് തങ്ങൾക്കറിയാം. ഇത് തങ്ങൾ മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു. ഈ സമര രീതി തുടരില്ല എന്ന് KSU വ്യക്തമാക്കുമ്പോഴും നിയമപരമായി വലിയ രീതിയിലുള്ള വകുപ്പുകൾ അടക്കമാണ് ചുമത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കെതിരെയും ജീവൻ അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യതയടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. നിസ്സാര വകുപ്പുകളുമല്ല അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നത് ഗൗരവത്തോടെ സർക്കാർ ഇതിനെ തുടർന്നു. അതേസമയം തന്നെയാണ് MLA എൽദോസ് കുന്നപ്പള്ളിയിൽ അടക്കം ആക്രമിക്കപ്പെട്ട ഒരു സംഭവം ഇന്നലെ ഉണ്ടായിരുന്നു. അതിനെതിരെ പരാതി നൽകിയിരിക്കുന്നു. കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ 30 പേർക്കെതിരെ കേസെടുത്തു എന്നതാണ് ഇതിലുണ്ടായിരിക്കുന്ന ഒരു പുരോഗതി എന്ന് പറയുന്നത്. അതിൽ മറ്റ് നടപടികളിലേക്ക് അടക്കം കടന്നിട്ടില്ല. അങ്ങനെ ഈ KSUവും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സമരങ്ങളുടെ രീതിയിൽ, അതിനെ നേരിടുന്ന രീതിയിലെല്ലാം തന്നെയും വളരെ ഭീകരമായിട്ട് തന്നെയാണ് സമരങ്ങളെ നേരിടുന്നത്. തിരിച്ച് ആക്രമിക്കപ്പെടുമ്പോൾ അതിനെതിരെ പരാതി നൽകുമ്പോൾ കാര്യമാത്രമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപവും ഇവർക്ക് നിലനിൽക്കുന്നുണ്ട്. ഡാനി, ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാന വിമർശനം പോലീസുകാരെ കാഴ്ചക്കാരാക്കി നിർത്തിക്കൊണ്ട് മറ്റുള്ളവർ ക്രമസമാധാന പാലനത്തിൽ ഇടപെടുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഗുണ്ടകളാണോ, വാഹനത്തിനൊപ്പമുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരാണോ തുടങ്ങിയ സംശയങ്ങൾ ഉയരുന്നു, ചോദ്യങ്ങൾ ഉയരുന്നു, വിമർശനങ്ങൾ ഉയരുന്നു. അതിനെന്താണ് മറുപടി? ഇന്ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ ഈ ഷൂ എറിഞ്ഞ ആ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങളോട് സംസാരിക്കുമ്പോൾ ഇതിനെന്ത് ന്യായീകരണമാണ് അവർ പറയുന്നത്? പോലീസിനെ കാഴ്ചക്കാരായി നിർത്തി ഈ രീതിയിൽ പ്രതിഷേധിക്കുന്നവരെ നേരിടാൻ മറ്റുള്ളവർക്ക് അധികാരം നൽകിയിരിക്കുന്നത് ആരാണ്? ആ നിലയിലേക്ക് നമ്മളുടെ ക്രമസമാധാന പാലനത്തിന്റെ രീതി മാറുന്നതിനെ എങ്ങനെയാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ നോക്കിക്കാണുന്നത്? ഇന്ന് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഈ വിഷയത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ, വാർത്താ സമ്മേളനം ഉണ്ടാകുമ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെയും ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളിൽ ഈ വളരെ പെട്ടെന്നുള്ള ഇടപെടൽ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നേരത്തെയും അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചത് ജീവൻ രക്ഷാ ദൗത്യം എന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇത്തരം പ്രതികരണങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുമ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും സ്വാഭാവികമാണ് എന്ന രീതിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷെ അതിനപ്പുറം ഈ മറ്റ് ആരോപണങ്ങളിലേക്ക്, ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്നു അടക്കമുള്ള ആരോപണങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള ഒരു മറുപടികൾ ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ ഉദാസീനമായ സമീപനമാണ് ഇത്തരം പരാതികൾക്ക് നേരെ ഉണ്ടാകുന്നത് എന്നൊരു വലിയ വിമർശനവും ഉയരുന്നുണ്ട്. പക്ഷെ പോലീസ് കേസുകൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ പോലും പോലീസ് അതിന്റെ ഒരു ശരിയായ സ്വഭാവത്തിലേക്ക് അന്വേഷിച്ചുകൊണ്ട് നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നതും
ശ്രദ്ധേയം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വധശ്രമത്തിനെതിരെ വധശ്രമം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസെടുക്കുമ്പോൾ എൽദോസ് കുന്നപ്പള്ളിയും ഒരു കൂട്ടത്തോടെ ആക്രമിക്കപ്പെടുന്ന സംഭവം ഉണ്ടാകും. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു. KSU പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടക്കം മർദ്ദിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ അതിൽ ശക്തമായ വകുപ്പുകൾ അതിലുണ്ടാകുന്നില്ല, ശക്തമായ നടപടികൾ എടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. തീർച്ചയായും ഡാനി, ഇവിടെ ഇപ്പോൾ KSU എന്ന സംഘടനയ്ക്ക് തന്നെ ആ സമര രീതി ശരിയല്ല എന്നത് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം അത് പ്രതിപക്ഷം അത് ബഹിഷ്കരിക്കുന്നു. മറ്റു രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ളൊരു വാദപ്രതിവാദമായി തന്നെ ഇതിനിടയിൽ ഇത് രൂപപ്പെട്ടതാണ്. ഇന്ന് KSU സമരരീതിയെ തള്ളി പറയുമ്പോൾ എങ്ങനെയായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തിന് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക? അവർ തന്നെ തള്ളിക്കളയുന്ന ഒരു സമരരീതിയെ ഉപയോഗിച്ച് ഇനി പോലീസിന്റെയോ അല്ലെങ്കിൽ സർക്കാരിന്റെയോ മറ്റേതെങ്കിലും കാര്യങ്ങളെ ന്യായീകരിക്കുക എന്നത് സാധ്യമാകുമോ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച്? രേണുക, ഇക്കാര്യത്തിൽ ഷൂ എറിഞ്ഞതിനെ ന്യായീകരിച്ചുകൊണ്ട് ആരും തന്നെ രംഗത്ത് വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വളരെ നേരത്തെ തന്നെ KSU സംസ്ഥാന പ്രസിഡന്റിനെ നേരിട്ടെത്തി ഇതിന് വിശദീകരണം നൽകുന്നത്. വളരെ കൃത്യമായ അദ്ദേഹം ഇത് തങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് വൈകാരികമാണ്. പ്രവർത്തകരെ പലയിടങ്ങളിലും ആക്രമിക്കപ്പെടുമ്പോൾ അതിനോടുള്ള ഒരു വൈകാരികമായ പ്രതികരണമാണ്. ഇത് ജനാധിപത്യപരമല്ല എന്ന് തങ്ങൾക്കറിയാം, ഇത് അനുവർത്തിക്കാൻ പാടില്ല എന്നറിയാം, ഇത് തുടരില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുമ്പോൾ ആ രീതി തന്നെയായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അവരൊരിക്കലും ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കില്ല എന്ന് ഉറപ്പാണ്. കാരണം KSU അത് തള്ളിപ്പറയുന്നു, സമരം ചെയ്തവർ തന്നെ അത് തള്ളിപ്പറയുമ്പോൾ സ്വാഭാവികമായും അവർ അത് തന്നെ ആ രീതി തന്നെ തുടരും. ഈ ഷൂ എറിഞ്ഞതിനെ ഒരിക്കലും ന്യായീകരിച്ചുകൊണ്ട് ആരും കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് രംഗത്ത് വരാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷേ ഈ സമരം തുടരും, ശക്തമായി തന്നെ തുടരുമെന്ന കാര്യത്തിൽ അതിനും ഒരു സംശയവുമില്ല. അലോഷ്യസ് സേവ്യർ അടക്കം അത് വ്യക്തമാവുകയും ചെയ്തു. ഈ രൂപത്തിൽ സമരം ചെയ്യില്ല, പക്ഷേ ഇതിനെ ശക്തമായ രൂപത്തിൽ തന്നെ സമരം തുടർന്നുണ്ടാകും. തിരുവനന്തപുരത്തേക്ക് യാത്ര എത്തുമ്പോൾ അത് സമരത്തിന്റെ രൂക്ഷത അത് കൂടുതൽ തന്നെയാകും. അതിൽ യാതൊരു മാറ്റവുമില്ല. അതിൽ ആരും അത് തടുക്കാൻ ശ്രമിച്ചാലും അതിനെ അതിജീവിക്കുമെന്നെല്ലാം തന്നെ അവർ പറയുന്നുണ്ട്. ഇന്ന് ജില്ലയിലെ നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. വിവിധ സമയങ്ങളിലായിട്ട് പെരുമ്പാവൂരിലടക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു. അതിൽ പ്രധാനമായും തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പോലീസ് ഏകപക്ഷീയമായി നടപടി സ്വീകരിക്കുന്നു, കൃത്യമായി ഇടപെടുന്നില്ല, പലയിടത്തും കാഴ്ചക്കാരായി മാറുന്നു എന്നതാണ്. നമുക്കറിയാം, മറൈൻ ഡ്രൈവിൽ അടക്കം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ മറ്റ് DSA പ്രവർത്തകർക്കടക്കം പരിക്ക് പറ്റുമ്പോൾ കാര്യമാത്രമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നൊരു ആക്ഷേപമുണ്ട്. പോലീസ് തങ്ങളെ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു എന്നാണ് പരിക്കേറ്റവർ പറഞ്ഞത്. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ പോലീസിനെതിരെ തന്നെ നിലനിൽക്കുന്നു. അത് ഒന്നുകൂടി ശക്തമായിട്ട് തന്നെയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം തന്നെ പറയുന്നത്. പോലീസ് അകമ്പടിക്ക് മാത്രമാണ് ഉള്ളത്. ഇതിൽ പ്രതിഷേധിക്കുന്നവരെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. അതിലേക്ക് അടയ്ക്ക കർഷകർ പ്രതിസന്ധിയിലാണ്. നാളികേര സംഭരണം നടക്കുന്നില്ല. 50,000 ടൺ നാളികേര സംഭരിക്കേണ്ടിടത്ത് 800 ടണ്ണാണ് സംഭരിച്ചത്. തമിഴ്നാട് 50,000 ടൺ നാളികേര സംഭരിക്കാൻ കൊടുത്തപ്പോൾ അവർ 50,000 സംഭരിച്ച് രണ്ടാമത് 34,000ന്റെ അനുമതി കൂടി കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചു. അവർ 75,000 ടൺ നാളികേരം തമിഴ്നാട് സംഭരിച്ചപ്പോൾ കേരളം 800 ടൺ പോലും സംഭരിച്ചിട്ടില്ല. അപ്പൊ അത്രയും ഏറ്റവും കെടുകാര്യസ്ഥത മുഖമുദ്രയാക്കിയ അഴിമതി മാത്രമുള്ള കൊള്ളക്കാരുടെ ശരി. എന്തായാലും ഇപ്പോൾ മറ്റു വിഷയങ്ങളിലേക്കാണ് പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുന്നത്. ഷൂ എയറിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് എന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വൈകാരികമായ പ്രതികരണമാണ് എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവും സമാനമായ നിലയിൽ അലോഷ്യസ് സേവ്യർ നടത്തിയ പരാമർശത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് അതിൽ പ്രതിപക്ഷ നേതാവും അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. വൈകാരിക പ്രതികരണമാണ്, ജനാധിപത്യ രീതിയിലുള്ള സമരമല്ല എന്നത് പ്രതിപക്ഷ നേതാവും സമ്മതിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഡാനി, ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് നവകേരള സദസ്സ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനം അവർ എടുത്തു. വിചാരണ സദസ്സ് എന്ന സമാനമായ സർക്കാരിനെ വിചാരണ ചെയ്യുന്ന ഒരു പരിപാടിയുമായി അവർ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പോലും ഈ കരിങ്കൊടി പ്രകടനം, മറ്റു രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ നവകേരള സദസ്സിനെതിരെ ഉയർത്തി അതിനെ നേരിടാനുള്ള ഒരു ശ്രമം അത് പല ഘട്ടത്തിലും കൈവിട്ടു പോയി എന്ന ഒരു രീതി അവർക്കുണ്ടോ? ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, സർക്കാർ പ്രതിനിധികളെ കാണുന്നതിന്, ജനപ്രതിനിധികളെ കാണുന്നതിന് എത്തുന്ന ഒരു സ്ഥലത്ത് ഈ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ
അത് തിരിച്ചടിയായി എന്ന ഒരു ബോധ്യത്തിലേക്ക് പ്രതിപക്ഷം എത്തുന്നുണ്ടോ? ഇനി ഇത് കൂടുതൽ ശക്തമായി കൊണ്ടുപോകുമെന്ന് ഇപ്പോൾ പറയുന്നുവെങ്കിൽ പോലും അത് തങ്ങൾക്ക് തിരിച്ചടിയാകും എന്ന ഒരു തോന്നൽ ഒരു വിഭാഗത്തിനെങ്കിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടോ? രേണുക, നിലവിൽ അത്തരം ഒരു അനേകതരം ഈ സമരവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നില്ല എന്നത് തന്നെയാണ്. കാരണം ആ പ്രതിഷേധം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് കോൺഗ്രസ്, അതോടൊപ്പം തന്നെ KSU യൂത്ത് കോൺഗ്രസ് എല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത്. അത് മാത്രവുമല്ല, പ്രതിഷേധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെയും കോൺഗ്രസിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വിചാരണ അടക്കമുള്ള ഓരോ മണ്ഡലങ്ങളിലും കടന്നു വരികയുമാണ്. അപ്പോൾ അത്ര നകത്തുന്നുണ്ടാകുന്നില്ല, അതിനെ ഈ രീതിയിൽ പ്രതികരണം ലഭിക്കില്ല. കാരണം പ്രത്യേകിച്ച് ഈ പ്രതിഷേധങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങൾ അങ്ങനെ ലഭിക്കുമായിരുന്നില്ല. പക്ഷേ ഈ കേരളത്തിൽ ഉടനീളം ഇപ്പോൾ നവകേരള സദസ് വന്ന വഴികളിലുടനീളം ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നത് ശ്രദ്ധേയം തന്നെയാണ്. ഇപ്പോൾ അതിന് ഈ ചെടിച്ചട്ടികളെല്ലാം തിരിച്ചടിക്കുന്നു എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നു. പലപ്പോഴും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ഈ പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങളിലും തന്നെ വളരെ ശക്തമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇനിയും അത് സ്വരം ഈ വലിയ ശബ്ദത്തിൽ തന്നെ തങ്ങൾ വിമർശനം ഉയർത്തും. റോഡുകളിൽ പ്രതിഷേധങ്ങളുണ്ടാകും, ആരെയും കണ്ട ഭയന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നോക്കുന്നത്. നടക്കുന്ന പോലീസ് സ്റ്റേഷൻ തന്നെയാണ് അറിയിക്കുന്നത്. വരും ദിവസങ്ങളിലും പ്രതിഷേധങ്ങളുണ്ടാവും. തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ടെലിഫോൺ ലൈനിൽ ചില പ്രശ്നങ്ങളുണ്ട്, വ്യക്തമാകുന്നില്ല ഡാനി പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും സമരം തുടരാൻ തന്നെയാണ് KSUവിന്റെ തീരുമാനം. അതുണ്ടാകുമെന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായ ഷൂവേർ പോലെയുള്ള അത് വൈകാരിക പ്രകടനമാണ്, അത് ജനാധിപത്യ രീതിയിലുള്ള സമര മാർഗമല്ല എന്ന യാഥാർത്ഥ്യം ആ സംഘടന തിരിച്ചറിയുന്നുമുണ്ട്. സമാനമായ നിലപാട് തന്നെ ഈ വിഷയത്തിൽ VD സതീശനും പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇടവേള. നവകേരള ബസിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ അറസ്റ്റ്. KSU സംസ്ഥാന സെക്രട്ടറി ബേസിൽ വർഗീസ് ഉൾപ്പെടെ 4 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. വധശ്രമ കുറ്റം ചുമത്തിയാണ് KSU പ്രവർത്തകർക്കെതിരെ കേസ്. എൽദോസ് കുന്നപ്പള്ളിയിൽ MLAയും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെയും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തും. അതേസമയം MLA കയ്യേറ്റം ചെയ്ത കേസിൽ കണ്ടാലറിയാവുന്ന 30ഓളം DYFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഡാനി ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. ഡാനി, എന്തായാലും ഷൂ എറിഞ്ഞവർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നു. വലിയ തോതിൽ അത് പ്രതിഷേധമാക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു. എങ്ങനെയാണ് ഇതിന്റെ ഒരു വിശദാംശങ്ങൾ? രഞ്ജിനെ, പ്രതിഷേധിച്ചവർക്ക് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഷൂ എറിഞ്ഞവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. KSU പ്രവർത്തകർക്ക് നേരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇവരെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ വാർത്തകൾ തുടരുന്നു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് അല്പസമയത്തിനകം വിധി പറയും. ഭരണഘടനയുടെ 370 അനുച്ഛേദം ഭേദഗതി ചെയ്തതിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് വിധി പറയുന്നത്. വിധി കണക്കിലെടുത്ത് കശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. വിവരങ്ങളുമായി ER രാകേഷ് ചേരുന്നു. രാകേഷ്, രാജ്യം കാത്തിരിക്കുന്ന വിധി പ്രഖ്യാപനമാണ് 5-അംഗ ഭരണഘടനാ ബെഞ്ച് അല്പസമയത്തിനകം നടത്താൻ പോകുന്നത്. ഇപ്പോൾ കോടതി നടപടികൾ ആരംഭിക്കാനിരിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? രേണുക, ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് വിധി പറയുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ കേസിൽ വിധി പറയുന്നത്. കാരണം 23 ഹർജികളാണ് കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്നത്. 23 ഹർജികളിലാണ് കോടതി തീർപ്പ് കൽപ്പിക്കുക. ഏതായാലും 5-അംഗ ഭരണഘടനാ ബെഞ്ച് ചീഫ് ജസ്റ്റിസിന് പുറമെ സഞ്ജയ് കിഷൻ കൗൾ, സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് സൂര്യകാന്ത് തുടങ്ങിയവരാണ് ഈ 5-അംഗ ഭരണഘടനാ ബെഞ്ചിലുള്ളത്. ഏതായാലും കോടതി ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൽ കോടതി എന്തു പറയും എന്നതിനെ ആശ്രയിച്ചായിരിക്കും കാര്യങ്ങൾ. ഏറ്റവും പ്രധാനം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ പാർലമെന്റിന്റെ നടപടി, അങ്ങനെ ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സുപ്രീം കോടതി ഏതായാലും തീർപ്പ് കൽപ്പിക്കും. കാരണം ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട വാദം അത്തരമൊരു തീരുമാനമെടുക്കാൻ പാർലമെന്റിന് അധികാരമില്ല. കാരണം
ജമ്മു കശ്മീർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് അസംബ്ലി 57 പിരിച്ചുവിട്ടതാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അത്തരമൊരു 370 റദ്ദാക്കിക്കൊണ്ടൊരു തീരുമാനം കൈക്കൊണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഇല്ലാതായതോടുകൂടി 370 എന്ന് പറയുന്ന ആർട്ടിക്കിൾ അത് സ്ഥിരമായി എന്നൊരു വാദമാണ് ഹർജിക്കാർ പ്രധാനമായും ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ പാർലമെന്റിന് ഇക്കാര്യത്തിൽ അധികാരമുണ്ടോ എന്ന കാര്യത്തിൽ കോടതി ഏതായാലും വ്യക്തത വരുത്തും. രണ്ടാമതായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുച്ഛേദം 370 അതൊരു സ്ഥിരം വ്യവസ്ഥയാണോ, അക്കാര്യത്തിലും കോടതി ഒരു തീർപ്പ് കൽപ്പിക്കും. മൂന്നാമതായുള്ള പ്രധാനപ്പെട്ട കാര്യം ജമ്മു കശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശങ്ങളായി രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയ നടപടി അതിന് നിയമസാധുതയുണ്ടോ, ഈ കാര്യത്തിലും കോടതി ഏതായാലും വ്യക്തത വരുത്തും. ഏതായാലും ഓഗസ്റ്റ് 2 മുതൽ 16 ദിവസം വാദം കേട്ട ശേഷമാണ് കോടതി ഇക്കാര്യത്തിൽ സെപ്റ്റംബർ 5-ാം തീയതി വിധി പറയാനായി മാറ്റിവെക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ കോടതി ഈ വിഷയത്തിലെടുക്കുന്ന നിലപാടുകൾ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ജമ്മു കശ്മീരിൻ്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ചും നിർണായകമാണ്. ഏതായാലും കേന്ദ്ര സർക്കാർ പ്രധാനമായും കോടതിയിൽ വാദിച്ച കാര്യം 370 ഇത്തരത്തിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം അത് പാർലമെന്റിന് നിക്ഷിപ്തമാണ്. പാർലമെന്റിന് അത്തരത്തിലുള്ള അധികാരമുണ്ട് എന്ന വാദം തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കേണ്ടി വന്ന സാഹചര്യം, അതിനുശേഷം പ്രത്യേകിച്ച് കഴിഞ്ഞ 4.5 വർഷക്കാലം ജമ്മു കാശ്മീരിലുണ്ടായ സാഹചര്യം, അവിടെ നുഴഞ്ഞുകയറ്റം കുറഞ്ഞു, ഒപ്പം തന്നെ സൈന്യത്തിന് നേരെയുള്ള അതിക്രമങ്ങൾ കുറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ വാദത്തിനിടയിൽ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഹർജിക്കാർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട വാദം ഇത്തരത്തിൽ നടപടി സ്വീകരിക്കാൻ കേന്ദ്രത്തിന് അധികാരമില്ല എന്ന് മാത്രമല്ല, ഓഗസ്റ്റ് 2019 ഓഗസ്റ്റ് 5-ന് കേന്ദ്ര സർക്കാർ ചെയ്ത നടപടി അത് ഭരണഘടനാ വിരുദ്ധമാണ്, ഭരണഘടനയ്ക്കും ഒപ്പം തന്നെ ഫെഡറലിസത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന വാദമാണ് ഹർജിക്കാർ പ്രധാനമായും വാദിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊക്കെ ഒരു തീർപ്പ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതായാലും ഉണ്ടാകും. 10:30-ക്കാണ് ഈ കേസിൽ വിധി വരുന്നത്. അതുകൊണ്ട് തന്നെ 10 മിനിറ്റിനകം തന്നെ വിധി പ്രസ്താവം ആരംഭിക്കും. തീർച്ചയായും എന്തായാലും രാജ്യം ഉറ്റുനോക്കുന്ന വിധി പ്രസ്താവമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നടക്കുന്നത്. 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പ്രഖ്യാപിക്കുന്നത്. ER രാഗേഷിലേക്ക് തന്നെ ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പിടിയിലായിരുന്നു സംസ്ഥാന സെക്രട്ടറി അടക്കം 3 പേരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ എഫ്ഐആറിൽ പറയുന്നതനുസരിച്ച് വാഹനത്തിന് നേരെ ഷൂ എറിയുകയും അത് വലിയ രീതിയിലൊരു അപകടത്തിന് കാരണമാവുകയും അതിൽ സഞ്ചരിച്ചിരുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരുടെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ജീവന് അപകടത്തിലാകുന്ന രീതിയിലേക്ക് പോകുന്ന പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവരുടെ ജീവൻ തന്നെ അപകടത്തിൽപ്പെടുത്തുന്ന രീതിയിൽ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ്. ഇങ്ങനെയാണ് വധശ്രമത്തിനടക്കം കാരണമാകുന്ന രീതിയിൽ തന്നെ കേസ് എടുത്തിരിക്കുന്നത്. കടുത്ത വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലായിട്ട് പ്രതിഷേധ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കുറുപ്പുംപടിയിലും അതോടൊപ്പം തന്നെ പെരുമ്പാവൂരിലും ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെയും തന്നെയും കേസ് എടുത്തിട്ടുണ്ട്. ശക്തമായ നടപടികളാണ് പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യങ്ങളിൽ വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു. ഷൂ എറിയുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിനു നേരെ സ്വീകരിക്കുന്ന നടപടികളും ഉണ്ടാകുമെന്ന വ്യക്തമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതേ തുടർന്നാണ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെ ഇവർക്കെതിരെ കേസുണ്ടായിരിക്കുന്നത്. ശബരിമല വാർത്ത. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ദർശന സമയം കൂട്ടിയതോടെ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയം. ഇന്ന് 80,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. VS കൃഷ്ണരാജിന്റെ റിപ്പോർട്ടിലേക്ക്. സന്നിധാനത്ത് ഇന്നും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ മുതൽ ഭക്തരുടെ ഒഴുക്കായിരുന്നു ഇവിടേക്ക്. പോലീസ് സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനാൽ തിരക്ക് നിയന്ത്രണ വിധേയം എന്ന കാര്യം എടുത്തു പറയണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നന്നേ പണിപ്പെടേണ്ടി വന്നു പോലീസിന് നിയന്ത്രിക്കാൻ. പക്ഷേ ഇന്നലെ മുതൽ ഇങ്ങോട്ട് കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്ത് വന്ന് തൊഴുത ശേഷം വീണ്ടും തങ്ങി വീണ്ടും അയ്യനെ കാണാൻ ഇവിടെ തങ്ങുന്നവരെ കൃത്യമായി കണ്ടെത്തി
മലയിറക്കാനുള്ള ശ്രമവും വിജയകരമായി പൂർത്തിയാകുന്നുണ്ട്. ഇന്നലെ 77,732 പേരാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സന്നിധാനത്തെത്തി തൊഴുതുമടങ്ങിയത്. എന്നാൽ അതിലേറെ പേർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് വിർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്തവരുടെ എണ്ണം 80,000 അതായത് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 90,000-ൽ നിന്ന് 80,000-ലേക്ക് വിർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. അതിൽ നടപ്പിലാക്കിയിട്ടുമുണ്ട്. 9,690 പേരാണ് സ്പോട്ട് ബുക്കിംഗിലൂടെ ഇവിടേക്ക് എത്തുന്നത്. സ്പോട്ട് ബുക്കിംഗ് നിർത്തിവെച്ചിട്ടുണ്ട്. കാനനപാതയിലൂടെ വരുന്നവരുടെ എണ്ണം കൂടി പരിഗണിച്ചാൽ 1,00,000-ഓളം പേർ വന്നു പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അവധി ദിവസമല്ല, മാത്രമല്ല പരീക്ഷ തുടങ്ങുന്നു, പരീക്ഷ വരാനിരിക്കുന്നു ചില സ്കൂളുകളിൽ. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വരാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും മലയാളി ഭക്തരുടെ എണ്ണത്തിലും കാര്യമായ കുറവ് വരാൻ സാധ്യതയുണ്ട്. ഏതായാലും വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നു. നടപ്പന്തലിലും ഫ്ലൈ ഓവറിലുമൊക്കെ വലിയ ഭക്തരുടെ തിരക്ക് നമുക്ക് കാണാം. പക്ഷേ ഒരു ഒഴുക്കുണ്ട് അയ്യനെ കണ്ട് മടങ്ങുന്നതിൽ. അതുകൊണ്ട് തന്നെ തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് എന്ന് പറയാം. ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ക്യാമറമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം VS കൃഷ്ണരാജ്, ന്യൂസ് 18. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണെങ്കിലും ശബരിമല പാതയിൽ ഗതാഗത കുരുക്ക് തുടരുകയാണ്. ഇടത്താവളങ്ങളിൽ നിന്ന് വാഹനങ്ങൾ നിയന്ത്രിച്ചാണ് പമ്പയിലേക്ക് കടത്തിവിടുന്നത്. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശിനാരായണൻ, വലിയ ഗതാഗത കുരുക്കും പ്രശ്നങ്ങളും ഈ ശബരിമല പാതയിൽ ഉടനീളം അനുഭവപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടേണ്ടി വരുന്നു നിയന്ത്രണങ്ങൾക്കായി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്താണ് സാഹചര്യം ഇന്ന്? രേണുക, കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന തിരക്കിന് ഇന്നും കുറവില്ല എന്ന് പറയാം. കാരണം ശബരിമല സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പക്ഷെ എന്നാലും ഈ പാതയോരങ്ങളിൽ, അതായത് സന്നിധാനത്തും എത്താനുള്ള വഴികളിൽ പത്തനംതിട്ടയിൽ നിന്നും പമ്പയും നിലയ്ക്കലും അതുപോലെ എരുമേലിയിൽ നിന്നും കണ്ണമല വഴിയൊക്കെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. ഇവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പോലീസ് ഇതെല്ലാം ക്രമീകരിച്ച് വിടുന്നുണ്ട്. പക്ഷേ എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 ദിവസമായി തുടരുന്ന ആ ഒരു ഗതാഗത കുരുക്ക് ഇപ്പോഴും സമാനമായ രീതിയിൽ തുടരുകയാണ്. ആ തീർത്ഥാടകർ പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിട്ടും വളരെ നിലയ്ക്കൽ നിന്നും പമ്പയിൽ നിന്നും ഒക്കെയുള്ള നിർദ്ദേശമനുസരിച്ചാണ് ഈ വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുന്നത്. വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അത്രയും ബുദ്ധിമുട്ട് ഇപ്പോൾ ഇല്ലെങ്കിൽ തന്നെയും ഈ വാഹനങ്ങളുടെ എണ്ണത്തിലും വരുന്ന തീർത്ഥാടക എണ്ണത്തിലും ഒക്കെ വലിയ വർധന ഇന്നുമുണ്ട്. പക്ഷേ വാഹനങ്ങൾ പിടിച്ചിട്ട് കടത്തിവിടാതിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. പമ്പയിൽ നിന്നും അതുപോലെ തന്നെ നിലയ്ക്കിൽ നിന്നും അറിയിക്കുന്ന അനുസരിച്ച് ആ ക്രമത്തിനനുസരിച്ചാണ് പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. നിലയ്ക്കൽ ഇന്നലെയൊക്കെ വലിയ തോതിൽ വാഹനങ്ങൾ നിലയ്ക്കലും പ്ലാപ്പള്ളിലുമൊക്കെ വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, തീർത്ഥാടകർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വന്ന് തീർത്ഥാടക ദർശനം നടത്താതെ ഈ വഴിയിൽ കിടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരം ആളുകളൊക്കെ ഇന്ന് രാവിലെ മുതൽ തന്നെ വാഹനങ്ങൾ കടത്തിവിടുന്നതോടുകൂടി സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. എന്തായാലും തിരക്ക് വലിയ തോതിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ തിരക്കിൽ ഒരു ക്രമീകരിച്ച് പോലീസ് അഹിതമായ ഒരു ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായി ആ തിരക്കിന് ഒരു നിയന്ത്രണ വിധേയമായതിന്റെ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംവിധാനം ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇന്ന് പ്രവൃത്തി ദിവസമായതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇന്ന് അനുഭവപ്പെടാൻ, ഇന്ന് കൂടുതൽ തീർത്ഥാടകർ എത്തുമെന്നുള്ള ഒരു തിരക്ക് ചിലപ്പോൾ ഒരുപക്ഷെ വാഹനങ്ങളുടെ ഒരു എണ്ണത്തിലൊക്കെ കുറവ് ചിലപ്പോൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. തീർത്ഥാടകരുടെ എണ്ണം വലിയ രീതിയിൽ പല സ്ഥലങ്ങളിൽ തീർത്ഥാടക എണ്ണത്തിൽ വർധനവ് സന്നിധാനത്ത് ഏർപ്പെടുത്തുന്നുണ്ട്. അതിന്റെ അനുസരിച്ചാണ് ഇപ്പോൾ തീർത്ഥാടകരെ കടത്തിവിടുന്നത്. നിലയ്ക്കല്, പ്ലാപ്പള്ളി, അതുപോലെ തന്നെ കണ്ണമല തുടങ്ങിയ റോഡുകളിലെല്ലാം വാഹനങ്ങൾ ഇതുപോലെ നിർത്തിയിട്ട് വളരെ പതുക്കെ സാവധാനം പോലീസിന്റെ നിർദ്ദേശമനുസരിച്ചാണ് തീർത്ഥാടകരുടെ വാഹനങ്ങൾ കടത്തിവിടുന്നത്. പല സ്ഥലങ്ങളിലും ഇന്നലെയൊക്കെ വലിയ പരാതികളുണ്ടായിരുന്നു. കാരണം വനമധ്യത്തിലൊക്കെ കിടക്കുന്ന വാഹനങ്ങളിലൊന്നും തീർത്ഥാടകർക്ക് വെള്ളവും മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഈ പ്ലാപ്പള്ളി പോലെ സ്ഥലങ്ങളിലൊക്കെ കടകളോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത പരമാവധി ആളുകൾക്ക് ദർശനത്തിനുള്ള അവസരം ഒരുക്കണം എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പക്ഷേ തീർത്ഥാടകർക്കുൾപ്പെടെ വലിയ ബുദ്ധിമുട്ട് ഇത് സൃഷ്ടിക്കുന്നു. പല അസൗകര്യങ്ങളും അവർക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യം. അപ്പോൾ ഇതിലൊരു നിയന്ത്രണം അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം എന്നത് എന്താണ് കാണുന്നത്? എന്താവശ്യമാണ് ഉയരുന്നത്? പോലീസിനും വലിയ രീതിയിൽ പണിപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റ് അപകടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ എന്താണ് ഇതിനൊരു പ്രശ്ന പരിഹാരം? തീർത്ഥാടകർ 18-ാം പടി കയറുന്ന തീർത്ഥാടകരെ 70 മുതൽ 80, ഒരു മിനിറ്റിൽ 80 വരെ തീർത്ഥാടകരെ 18-ാം പടി കയറാൻ അനുവദിക്കുകയാണ് ഇതിന് ഏറ്റവും വലിയ ഒരു സാഹചര്യമുള്ള. ആ സ്പീഡ് കുറവാണ് പലപ്പോഴും നടപ്പന്തലടക്കമുള്ള മേഖലകളിലും അതുപോലെ തന്നെ ക്യൂ കോംപ്ലക്സിലൊക്കെ ആളുകൾ നിറയാൻ കാരണം. തീർത്ഥാടകർ ദർശനം നടത്തി മാറ്റിപ്പിങ്ങുന്ന ഒരു ക്രമമുണ്ട്. ആ ക്രമമൊക്കെ മുൻകാലങ്ങളിലൊക്കെ കൃത്യമായി പരിശീലനം ലഭിച്ച പോലീസ്
ഒരു പോരായ്മ ഉണ്ടായി. അത് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ മന്ത്രി അടക്കമുള്ള ആളുകൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ വന്ന ഒരു താമസമാണ് ഇത്തരത്തിൽ തീർത്ഥാടകരുടെ ഒരു തിരക്ക് ഉണ്ടാകാൻ കാരണം. അത് ക്രമീകരിച്ച് ഒരു മിനിറ്റിൽ 80 തീർത്ഥാടകരെ പടി കയറാൻ 18ാം പടി കയറാൻ അനുവദിച്ച രീതിയിൽ പോയാൽ ഒരുപക്ഷെ ഈ ക്യൂ കോംപ്ലക്സിലൊക്കെ തിരക്ക് ഒഴിവാക്കാൻ കഴിയും. അത്തരത്തിലുള്ള ക്രമീകരണം നടത്തിയെങ്കിൽ മാത്രമായിരിക്കും ഇത്തരത്തിലൊരു പരിഹാരം ഉണ്ടാകാൻ കഴിയുള്ളൂ. എന്തായാലും വലിയ തീർത്ഥാടകർ പ്രവാഹം ശബരിമലയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അവരെ എല്ലാം കൃത്യമായി സുരക്ഷിതമായി ദർശനം നടത്തി മലയിറങ്ങാനുള്ള ക്രമീകരണമാണ് പോലീസ് ഇപ്പോൾ ഒരുക്കുന്നത്. എന്തായാലും 2 ദിവസം തുടർന്ന ഈ ഒരു പരാതി പരിഹരിച്ചുകൊണ്ട് കൃത്യമായി പോലീസ് ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ അനുസരിച്ചാണ് ഇപ്പോൾ ഇടത്താവളങ്ങളിലൊക്കെ വാഹനങ്ങൾ നിർത്തിയിടുന്ന സാഹചര്യമില്ല. വാഹനങ്ങൾ വരുന്നതനുസരിച്ച് പമ്പയിൽ നിന്ന് തീർത്ഥാടനം വാങ്ങിയതിനനുസരിച്ചും വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. അത്തരത്തിൽ വലിയ സാവധാനത്തിലാണ് ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ പോലീസ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ വലിയ അഭൂതമായ ഒരു തിരക്കിൽ ഒരുപക്ഷെ പരിമിതമായ സാഹചര്യങ്ങളൊക്കെ ഈ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. കുടിവെള്ളം അതുപോലെ തന്നെ ആ മരുന്നുകളെ മറ്റു കാര്യങ്ങളൊക്കെ ഈ വനമധ്യത്തിലേക്ക് കിടക്കുന്ന വാഹനങ്ങളിലൊക്കെ എത്തിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. 18ാം പടിയിൽ പിടിപ്പത് പണിയാണ് പോലീസിന്. അതിവേഗം ഭക്തരെ കയറ്റിവിടണം. നിർമ്മാണത്തിലിരിക്കുന്ന മേൽക്കൂരയുടെ കാൽത്തൂണുകൾ ഇവർക്കുണ്ടാക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. കേരള ആംഡ് പോലീസും ഇന്ത്യ റിസർവ് ബറ്റാലിയനുമാണ് 18ാം പടിയുടെ ചുമതല. ഓരോ ഷിഫ്റ്റിലും 12 പേർ വീതമടങ്ങുന്ന 3 സംഘങ്ങൾ. ഓരോ 20 മിനിറ്റിലും ഇടവേളയില്ലാത്ത കഠിന കർമ്മം. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ പോലീസുകാർ 1 മാസത്തെ രാജസ്ഥാൻ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വന്നത് സന്നിധാനത്തേക്ക്. ഒരു മിനിറ്റിൽ 70 മുതൽ 90 പേരെ വരെ കയറ്റിവിടാറുണ്ട്. മല കയറി വരുന്നവരിൽ 20% സ്ത്രീകളാണ്. കുട്ടികളുമേറെയാണ്. ഭിന്നശേഷിക്കാരെയും പ്രത്യേകം പരിഗണിക്കണം. ഇവരെയൊക്കെ കൂടുതൽ ശ്രദ്ധയോടെ വേണം പടികയറ്റാൻ. അതനുസരിച്ച് എണ്ണത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരും. പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഹ്യൂമാനിറ്റി കാരണം ഇപ്പോൾ ഒരു 20% ഓഫ് ഗേൾസ് ആണ്, പിന്നെ ലേഡീസ് ഉണ്ട്, പ്രായമായ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ 20% ഉള്ള ആൾക്കാരിൽ ഒരുപാട് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു പരിമിതികളുണ്ട്. ഈ പരിമിതികളുള്ളിൽ ചെയ്യുന്ന സമയത്താണ് ഇത് നമ്പേഴ്സ് കുറഞ്ഞത്. ചില ഭക്തർ 18 പടിയും തൊട്ടു വണങ്ങിക്കയറാൻ ശ്രമിക്കും. മറ്റു ചിലർ തങ്ങളുടെ ഭാരം മുഴുവൻ പോലീസിന്റെ ഉത്തരവാദിത്വമെന്ന മട്ടിൽ പെരുമാറും. ഇതിനെല്ലാം പുറമേയാണ് നിർമ്മാണത്തിലിരിക്കുന്ന മേൽക്കൂരയുടെ തൂണുകളുണ്ടാക്കുന്ന പ്രതിസന്ധി. ഭക്തരെ വലിച്ചു കയറ്റുന്നതിനിടെ പലവട്ടം കൈമുട്ട് തൂണിലിടിക്കും. കാലൂന്നി നിൽക്കാനും നന്നേ പണിപ്പെടണം. ചുരുക്കി പറഞ്ഞാൽ നടുവൊടിക്കുന്ന പണി. ചിലപ്പോഴൊക്കെ വിശ്രമിക്കേണ്ട സമയത്തും കർമ്മനിരതരാകേണ്ടി വരും. ഇത്രയൊക്കെ പണിപ്പെട്ടിട്ടും പരാതിയാണ് ചിലർക്ക്. കയറ്റിവിടുന്നതിന്റെ എണ്ണം കുറവാണെന്നും അതുകൊണ്ടാണ് വലിയ തിരക്കുണ്ടാകുന്നതെന്നും ആക്ഷേപം കേൾക്കാറുണ്ട്. പക്ഷേ ഇവർക്കറിയാം ഇവർ എന്താണ് ചെയ്യുന്നതെന്ന്. കഠിനമെന്റെ അയ്യപ്പ. ക്യാമറമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം VS കൃഷ്ണരാജ്, ന്യൂസ് 18. ഒരിടവേള കൂടി. അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അല്പസമയത്തിനകം തന്നെ DCCയിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. പ്രതിഷേധത്തിൽ നിന്ന് യാതൊരു രീതിയിലും പിന്നോക്കം പോകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് KSUവും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഇന്ന് ഇവിടെ
മണ്ഡലത്തിൽ എറണാകുളം ജില്ലയുടെ വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ളവ ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായി നടക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. രഞ്ജിനി, ഡാനി, ഇതിലിപ്പോൾ പ്രതിഷേധിച്ചവർക്കെതിരെ നടപടി ഇങ്ങനെ കടുപ്പിക്കുന്ന ഒരു സാഹചര്യം, 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇത് കോൺഗ്രസ് വലിയ രാഷ്ട്രീയ വിഷയമാക്കിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരത്തില്ലേ? ആദ്യം തന്നെ ഇത് വലിയ ചർച്ചയാക്കി കോൺഗ്രസ് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ അറസ്റ്റേക്കടക്കം കാര്യങ്ങൾ കടക്കുമ്പോൾ ഒരുപക്ഷെ വരും ദിവസങ്ങൾ ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദമാക്കി തന്നെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? തീർച്ചയായും രഞ്ജിനി, അതിലൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം, നവകേരള യാത്ര തുടങ്ങിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രതിഷേധം, അതിന് നേരിട്ട രീതി, പിന്നീട് അതിന് ഒരു ഇടവേള വന്നുവെന്ന് സംശയിക്കേണ്ടിയിരുന്നു പ്രതിഷേധത്തിന്. പിന്നീട് എറണാകുളം ജില്ലയിലേക്ക് കടക്കുമ്പോൾ ആ പ്രതിഷേധത്തിന്റെ സ്വഭാവം കൂടി മാറുന്നുവെന്ന് എടുത്ത് പറയേണ്ടി വരുന്നു. എറണാകുളം ജില്ലയിലേക്ക് വന്നപ്പോൾ ആലുവയിലും അങ്കമാലിയിലും പറവൂർ ഭാഗങ്ങളിലുമെല്ലാം തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രതിഷേധിച്ചവർക്കെതിരെയെല്ലാം തന്നെയും ഡിവൈഎഫ്ഐ CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുന്നു, പരാതികൾ ഉണ്ടാകുന്നു. ഇരുഭാഗത്തും തന്നെയും പോലീസ് നടപടികൾ എടുക്കേണ്ടി വരുന്നു. ഇന്നലെ എൽദോസ് കുന്നപ്പള്ളിയിൽ MLAക്കെതിരെയും പ്രതിഷേധമുണ്ടാകുന്നു, കയ്യേറ്റമുണ്ടാകുന്നു. അതിൽ കണ്ടാലറിയാവുന്ന 30ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ നിലവിൽ കേസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരുഭാഗങ്ങൾ വലിയ രീതിയിലേക്ക് ഈ പ്രതിഷേധിക്കുന്നതും അതോടൊപ്പം തന്നെ കൂടുകയാണ്. കേസെടുക്കുമ്പോഴും അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധക്കാരെ പാർട്ടി പ്രവർത്തകർ തന്നെ നേരിടുമ്പോഴും ഇതിൽ ഈ സംഘർഷം വലിയ രീതിയിലേക്ക് വളർന്നു വരുന്നൊരവസ്ഥയാണ് കാണുന്നത്. എറണാകുളം ജില്ലയിലെ പര്യടനം ഇന്നലെ പൂർത്തിയാക്കി അടുത്ത ജില്ലയിലേക്ക് കയറുമ്പോഴും ആ പ്രതിഷേധത്തിന്റെ സ്വഭാവം വലുതാകുന്നു എന്ന് വാർത്തകൾ തുടരുന്നു. ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ റുവൈസിന്റെ പിതാവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള പോലീസ് നീക്കം വൈകുന്നതിനെതിരെ വിമർശനം ശക്തം. റുവൈസ് അറസ്റ്റിലായതിനു പിന്നാലെ കൊല്ലത്തെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ ഒളിവിൽ പോയെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം റുവൈസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. യുവ ഡോക്ടർ ഷഹനയെ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപത്തെ ഫ്ളാറ്റിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ മെഡിക്കൽ കോളേജ് പോലീസ് നടത്തിയ പരിശോധനയിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. 2 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ റുവൈസിന്റെ കുടുംബാംഗങ്ങളുടെ സ്ത്രീധന മോഹമാണ് തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ കാരണമായതെന്ന് ഷഹന ആവർത്തിക്കുന്നുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയ ഡോക്ടർ റുവൈസിന്റെ പേരടക്കം ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇത് കണ്ടെത്തിയ ദിവസങ്ങൾക്ക് ശേഷമാണ് റുവൈസിന്റെ പിതാവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതെന്നാണ് വിമർശനം. ആരോപണ വിധേയർക്ക് ഒളിവിൽ പോകാൻ ഇത് അവസരമൊരുക്കിയെന്നും പോലീസിനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട്. അതേസമയം ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയ ഉടൻ തന്നെ ഡോക്ടർ റുവൈസിനെതിരെ സ്ത്രീധന പീഡന നിരോധന നിയമപ്രകാരവും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും കേസെടുത്തെന്നും വാർത്ത പ്രചരിച്ചാൽ പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുള്ളതിനാലാണ് അത് അറിയിക്കാൻ വൈകിയതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തെളിവെടുപ്പ് തുടരുന്നു. കുട്ടിയെയും കൊണ്ട് ഒളിവിൽ കഴിഞ്ഞ തമിഴ്നാട്ടിലും ചിറക്കരയിലെ ഫാം ഹൌസിലും പ്രതികളെ എത്തിച്ച് തെളിവുകൾ ശേഖരിച്ചു. ഫാം ഹൌസിൽ നിന്ന് കുട്ടിയുടേതെന്ന് കരുതുന്ന പെൻസിൽ ബോക്സ് കണ്ടെത്തി. തമിഴ്നാട്ടിലേക്കുള്ള യാത്രാമധ്യേ പ്രതികൾ ഉപേക്ഷിച്ച വ്യാജ നമ്പർ പ്ലേറ്റുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കുട്ടിയെ ഉപേക്ഷിച്ച ആശ്രാമം മൈതാനത്തും തെളിവെടുപ്പ് നടത്തും. വയനാട് വാഗേരിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഒരാളുടെ ജീവനെടുത്ത കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും. ശനിയാഴ്ച ഉച്ചയോടെ പശുക്കൾക്ക് പുല്ലരിയാൻ പോയ മൂടക്കൊല്ലി സ്വദേശി പ്രജീഷാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ജിൻസ് തോട്ടുംകര ചേരുന്നു വയനാട്ടിൽ നിന്ന്. ജിൻസ്, വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉയർന്നത്. പിന്നീട് ലഭിച്ച ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രതിഷേധം ശമിച്ചത്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? കടുവയെ കണ്ടെത്താൻ തെരച്ചിൽ തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഏതൊക്കെ തരത്തിൽ ആണ് ആ നീക്കങ്ങൾ? രേണുക, നിലവിൽ ഈ കടുവയെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വനം വകുപ്പിന്റെയും അതുപോലെ തന്നെ RRTയും അംഗത്തിന്റെയും നേതൃത്വത്തിലാണ് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നത്. പ്രധാനമായും ഈ പ്രജീഷ് കൊല്ലപ്പെട്ട സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ക്യാമറ സ്ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കടുവ ഈ വഴി സഞ്ചരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നിലവിൽ പരിശോധിച്ചു വരുന്നത്. അതിനുശേഷം ഈ ക്യാമറകളുടെയും അതുപോലെ തന്നെ ഇതിന്റെ കാൽപ്പാടും കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കൂടാതെ ഈ പല ഭാഗങ്ങളിലായി ഈ വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്.
ഈ പ്രധാനമായും ഇന്നലെ വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ഒരു ഉത്തരവുണ്ടായിട്ടുള്ളത്. പ്രധാനമായും ഇപ്പോൾ വനം വകുപ്പിന്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വനമേഖല ആയതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് കൂടുതൽ കടുവകളുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണമുണ്ടായ കടുവ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാവുക. എന്തായാലും ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം മയക്കുവെടി വെച്ച് ഇവയെ പിടികൂടണമെന്നാണ്. അല്ലെങ്കിൽ ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ വെടിവെക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു സജ്ജീകരണത്തോടെയാണ് ഇവിടെ നിലവിൽ ഈ മയക്കുവെടി വെക്കാൻ ഉതകുന്ന സംഘം കൂടി ഉൾപ്പെടുന്നവരാണോ തെരച്ചിൽ നടത്തുന്നത്? നിലവിൽ അത്തരത്തിലുള്ളൊരു സംഘം കൂടി ഈ ടീമിന്റെ കൂടെയുണ്ട്. ആദ്യം ഇതിനെ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും ഈ വനം വകുപ്പ് അധികൃതർ നിലവിൽ നേരിടുന്ന പ്രതിസന്ധി. എന്തായാലും ഈ കടുവയുടെ കാൽപ്പാടുകളും അതുപോലെ തന്നെ നിലവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ ക്യാമറകളും പരിശോധിച്ചുകൊണ്ടാണ് ഈ കടുവ എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ നിലവിൽ വനംവകുപ്പ് തിരയുന്നത്. എന്തായാലും ഒന്നിലധികം സംഘങ്ങളായാണോ തെരച്ചിൽ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ മയക്കുവെടി വെക്കാനുള്ള സംവിധാനവും ഒന്നിലധികം സംവിധാനങ്ങളുണ്ടോ? നാട്ടുകാരുടെ കൂടി പിന്തുണ ഇതിനുണ്ടോ, ഈ തെരച്ചിലിനുണ്ടോ? നിലവിൽ നാട്ടുകാരെല്ലാം തന്നെ വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് കടക്കുന്നത്. ഇന്നലെ മുതലേ ഇതിനെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം ജനങ്ങൾ ഒരു സംഘർഷത്തിലേക്ക് ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നിലവിൽ ഈ കടുവയെ തെരയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു പോലീസിന്റെ സുരക്ഷാ ക്രമീകരണം കൂടിയുണ്ട്. ജനങ്ങൾ ഇവരെ വനംവകുപ്പിനെതിരെയുള്ള ഒരു പ്രതിഷേധത്തിൽ നിലവിൽ ഇവരുടെ സുരക്ഷയ്ക്കായി ഇപ്പോൾ ഇവിടെ പോലീസും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഈ കടുവയെ മയക്കുവെടി വെക്കുന്നതിനുള്ള സംഘവും നിലവിൽ ഇവരുടെ കൂടെ ചെയ്തിട്ടുണ്ട്. ജിൻസ്, നേരത്തെ ഈ പ്രജേഷിന്റെ മരണം ഉണ്ടായതിനു ശേഷവും കടുവയുടെ സാന്നിധ്യം അവിടെ നാട്ടുകാരിൽ ചിലർ കണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ എപ്പോഴാണ് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്? ഇപ്പോൾ ആളും ബഹളവും ഒക്കെ ആണെങ്കിൽ ഇത് ഉൾക്കാട്ടിലേക്ക് വലിയാനുള്ള സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ എവിടെയാണ് കടുവയെ സ്പോട്ട് ചെയ്തിട്ടുള്ളത്? നിലവിൽ ഇന്നലെയും ഇതേപോലെ തന്നെ ഈ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു. അതിനുശേഷം വനംവകുപ്പ് ഈ ഭാഗത്തെല്ലാം ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഈ കടുവയുടെ കാൽപ്പാടുകൾ ആണെന്ന് നേരത്തെ വനംവകുപ്പ് സ്ഥിരീകരിക്കുകയുണ്ടായി. എന്തായാലും ഈ പ്രദേശത്ത് നിന്നും കടുവ വിട്ടുമാറിയിട്ടില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് വനംവകുപ്പ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ ഈ സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും വനമേഖലയായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സംഘം തന്നെയാണ് പല ഭാഗങ്ങളിൽ സംഘമായി തന്നെ ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. തീർച്ചയായും എന്തായാലും വലിയ പ്രതിഷേധമുണ്ട്. തെരച്ചിൽ തുടരുകയാണ്. മയക്കുവെടി വെച്ച് പിടികൂടുക എന്നതാണ് പ്രഥമ പരിഗണന നൽകുന്നത്. അങ്ങനെയുള്ള സംവിധാനത്തോടൊപ്പം ആണ് ഈ തെരച്ചിൽ അവിടെ പുരോഗമിക്കുന്നത്. ജിൻസ്, ഈ പ്രജീഷിന്റെ കുടുംബത്തിനുള്ള ആദ്യ ധനസഹായം ഇന്ന് കൈമാറുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് എപ്പോഴേക്ക് നടക്കുമെന്നാണ് അറിയുന്നത്. ആരായിരിക്കും ഈ തുക കൈമാറുക? നിലവിൽ 5 ലക്ഷം രൂപയാണ് തുടക്കത്തിൽ ഈ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ കുടുംബത്തിന് കൊടുക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നാട്ടുകാരെല്ലാം വലിയ ഒരു പ്രതിഷേധത്തിലാണ്. ഇത്രയും തുക മാത്രം പോരാ എന്നുള്ളതാണ് പറയുന്നത്. ഈ കുടുംബത്തിന്റെ ആകെ അത്താണിയായിട്ടുള്ള ഒരാളാണ് ക്ഷീരകർഷകനായ പ്രജീഷാണ് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ തുക ഏറ്റവും കൂടുതലാക്കി കൊടുക്കണമെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ അല്പനേരം മുൻപേ MLA ഇവിടെ വന്നിരുന്നു. ഈ കുടുംബത്തിന് 25 ലക്ഷം രൂപയെങ്കിലും കൂടുതൽ നൽകണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ MLA ഇവിടെ പറഞ്ഞു സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഉടനടി നിർമ്മിക്കുന്നതിനുള്ള ഒരു നടപടിയിലേക്ക് കടക്കണമെന്നും MLA പറയുകയുണ്ടായി. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടെ ഈ തുക IC ബാലകൃഷ്ണൻ MLA നേതൃത്വത്തിലായിരിക്കും നൽകുക എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കണമെന്നുള്ള ആവശ്യവും ഇപ്പോൾ ശക്തമാണ്. രേണുക, ശരി, ജിൻസാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ ടി സിദ്ദിഖ് സ്ഥലം സന്ദർശിച്ചിരുന്നു. സിദ്ദിഖിന്റെ പ്രതികരണത്തിൽ ആളുകൾ മുഴുവൻ ഭയപ്പാടിലാണ്. കുട്ടികളെ വീട്ടിലാക്കി പുറത്തേക്ക് ആളുകൾക്ക് ഇറങ്ങാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള സാഹചര്യം. മനുഷ്യനെ തിന്നതായ ഈ കടുവയെ പിടിച്ചില്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ദുരന്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കും. RRTകൾ മുഴുവൻ ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ള നടപടികളിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വിവിധ മാർഗങ്ങളിലൂടെ ഇതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ, വെടിവെച്ച് കൊല്ലാനുള്ള നടപടികൾക്ക്
നേതൃത്വം കൊടുക്കണം. പ്രജീഷിന്റെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണം. സർക്കാർ കൊടുക്കുന്നത് കേവലം 10 ലക്ഷം രൂപ മാത്രമാണ്. ആ ചെറുപ്പക്കാരനാണ് ആ കുടുംബത്തിന്റെ ഏക ജീവനോപാധിയായിട്ടുള്ള പ്രധാനപ്പെട്ടയാൾ. അദ്ദേഹം മരിച്ചു. ഒരു 10 ലക്ഷം രൂപ കൊടുത്താൽ അവിടെ കോമ്പൻസേഷൻ പൂർണ്ണമാവുമോ? അതുകൊണ്ട് കോമ്പൻസേഷന്റെ തോത് പുനഃക്രമീകരിക്കേണ്ട സമയം അതിക്രമിച്ചു. മറ്റൊന്ന്, ഈ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി കൊടുക്കാനുള്ള അടിയന്തരമായിട്ടുള്ള നടപടിയും ഇതിന്റെ കൂടെ സർക്കാർ തലത്തിൽ സ്വീകരിക്കാനുള്ള നടപടി ഉണ്ടാവണം. കോഴിക്കോട് തിരുവമ്പാടിയിൽ പുള്ളിപ്പുലിയെ നടുറോഡിൽ ചത്ത നിലയിൽ കണ്ടെത്തി. പുലർച്ചെയാണ് പുലി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മുള്ളൻ പന്നിയെ വേട്ടയാടുന്നതിനിടെ ഉണ്ടായ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് വിലയിരുത്തൽ. മുള്ള പുലിയുടെ കഴുത്തിൽ ഉൾപ്പെടെ തറച്ച നിലയിലാണ്. നമ്മൾ ഇന്ന് കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോവുകയാണ്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതി അല്പസമയത്തിനകം വിധി പറയും. ഭരണഘടനയുടെ 370 അനുച്ഛേദം ഭേദഗതി ചെയ്തതിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച് വിധി പറയുന്നത്. ER രാഗേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗേഷ്, കോടതി നടപടികൾ ആരംഭിച്ചോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ജമ്മു കശ്മീരിന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനും ഏറെ നിർണായകമായ വിധിയാണ് അല്പസമയത്തിനകം സുപ്രീം കോടതി പുറപ്പെടുവിക്കുക. ഏതായാലും കോടതി നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല, ബെഞ്ച് ഇരുന്നിട്ടില്ല. അല്പസമയത്തിനകം നടപടികളിലേക്ക് കടക്കും. ഏതായാലും ബെഞ്ച് ഇരുന്ന ഉടൻ തന്നെ ഈ കേസിൽ വിധി പ്രസ്താവിക്കുകയും ചെയ്യും. ഏതായാലും 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ കേസിൽ വിധി പറയുന്നത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് പുറമെ സഞ്ജയ് കൗൾ, ഒപ്പം തന്നെ സഞ്ജീവ് ഖന്ന, BR ഗവായ് തുടങ്ങിയവരടങ്ങിയ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ കേസിൽ ഏതായാലും വിധി പറയുന്നത്. മാത്രവുമല്ല, ഓഗസ്റ്റ് 2 മുതൽ 16 ദിവസം വാദം കേട്ട ശേഷമാണ് കോടതി ഈ കേസിൽ പ്രധാനമായും വിധി പറയുന്നത്. 23 ഹർജികളാണ്, ഈ പൊതുതാൽപര്യ ഹർജികളാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. അങ്ങനെ 16 ദിവസം തുടർച്ചയായി വാദം കേട്ട ശേഷമാണ് ഏതായാലും കേസിൽ ഇപ്പോൾ സുപ്രീം കോടതി വിധി പറയുന്നത്. ഏതായാലും കോടതി ഇന്ന് പ്രധാനമായും വ്യക്തത വരുത്താൻ പോകുന്ന കാര്യങ്ങൾ, ജമ്മു കാശ്മീരിന്റെ ഭരണഘടന നൽകുന്ന ആർട്ടിക്കിൾ 370 അത് സ്ഥിരതയുള്ളതാണോ എന്ന കാര്യത്തിലാണ് കോടതി. അനുച്ഛേദം 370 സ്ഥിരം വ്യവസ്ഥയാണോ എന്ന കാര്യത്തിലാണ് പ്രധാനമായും കോടതി വ്യക്തത വരുത്തുക. ഒപ്പം തന്നെ ആർട്ടിക്കിൾ 370 റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമുണ്ടോ? മൂന്നാമതായുള്ള പ്രധാനപ്പെട്ട ചോദ്യം, അല്ലെങ്കിൽ പ്രധാനമായും കോടതി വ്യക്തത വരുത്തേണ്ട വിഷയം, ജമ്മു കാശ്മീരിനെ സംസ്ഥാന പദവി ഉണ്ടായിരുന്ന ജമ്മു കാശ്മീരിനെ വിഭജിച്ചുകൊണ്ട് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി, ലഡാക്ക് ഒപ്പം തന്നെ ജമ്മു കാശ്മീർ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി, അതിന് നിയമസാധുതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് കോടതി ഏതായാലും വ്യക്തത വരുത്തുക. ഏതായാലും ഹർജിക്കാർ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട വാദം 370 റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ല എന്നതായിരുന്നു ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട വാദം. അതിന് അവർ പറഞ്ഞിരുന്നത്, കാരണം ജമ്മു കാശ്മീർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. അത് 1957 ഇല്ലാതായതാണ്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈ അനുച്ഛേദം 370 റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇല്ലാതാകുന്നതോട് കൂടി തന്നെ അത് സ്ഥിരം നിയമത്തിന്റെ ഭാഗമായി എന്നായിരുന്നു ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബൽ അടക്കമുള്ള അഭിഭാഷകരുടെ വാദം. എന്നാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പ്രധാനമായും വാദിച്ചിരുന്നത്, പാർലമെന്റിന് ഇത്തരത്തിൽ ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, ഭേദഗതി കൊണ്ടുവരാൻ അധികാരമുണ്ട് എന്നായിരുന്നു പ്രധാനപ്പെട്ട വാദം. ഏതായാലും അല്പം മുമ്പ് കപിൽ സിബലിന്റെ, ഈ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബലിന്റെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. കപിൽ സിബൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്, ചില യുദ്ധങ്ങൾ, ചില പോരാട്ടങ്ങൾ പരാജയപ്പെടാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് കപിൽ സിബലിന്റെ ട്വീറ്റ്. മാത്രവുമല്ല, തലമുറകൾക്ക് അറിയാൻ അസുഖകരമായ വസ്തുതകൾ ചരിത്രം രേഖപ്പെടുത്തണം എന്നുകൂടി കപിൽ സിബൽ എക്സിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കശ്മീരിൽ വലിയ സുരക്ഷ. രാകേഷ്, അത് വിധി വരുന്നതിന് മുൻപ് ചില യുദ്ധങ്ങൾ തോൽക്കാനുള്ളത് ആണ് എന്ന് കപിൽ സിബൽ പറയണമെങ്കിൽ ഒരു തിരിച്ചടി അവിടെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നു എന്നതല്ലേ? കോടതി എന്തു പറയുന്നെന്ന് വ്യക്തമല്ല. പക്ഷേ കപിൽ സിബലിന്റെ ട്വീറ്റിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് അത് തന്നെയാണ്. കാരണം ചില യുദ്ധങ്ങൾ തോൽക്കാൻ വേണ്ടിയുള്ളതാണെന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പാർലമെന്റാണ് ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കേന്ദ്ര സർക്കാർ, സുപ്രീം കോടതി ഇടപെടാൻ തയ്യാറാകുമോ
എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം 2019 ഓഗസ്റ്റ് 5-നാണ് ഇത്തരമൊരു ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി എടുത്തു കളയുന്നതും ഒപ്പം തന്നെ സംസ്ഥാന പദവി ഇല്ലാതാക്കിക്കൊണ്ട് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി തിരിക്കുകയും ആ ബില്ല് പാർലമെന്റ് പാസ്സാക്കുകയും ചെയ്തു. സ്വാഭാവികമായും അത് പാർലമെന്റിന്റെ അല്ലെങ്കിൽ പാർലമെന്റ് അധികാരത്തിലേക്ക് കോടതി കടന്നു കയറുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി നിയമവിദഗ്ധൻ കൂടിയായ പ്രമുഖ അഭിഭാഷകൻ കൂടിയായ കപിൽ സിബലിന്റെ ഈ ട്വീറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. ഏതായാലും രേണുക സൂചിപ്പിച്ച പോലെ തന്നെ ചില യുദ്ധങ്ങൾ തോൽക്കാൻ വേണ്ടിയാണെന്ന് കപിൽ സിബൽ ട്വീറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു തിരിച്ചടി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ കോടതി നടപടി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടപടിയിൽ കോടതി ഇടപെടില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയേക്കാം. അത്തരമൊരു സൂചന ഒരു പക്ഷേ ആ ട്വീറ്റിലുണ്ട്. ഏതായാലും വിധി എന്തെന്ന് ഈ അടുത്തിടെ സുപ്രീം കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള സുപ്രധാന വിധികളിലൊക്കെയും ഭൂരിപക്ഷ വിധി എന്നതാണ് വരുന്നത്. ഭിന്നവിധി, അതിൽ ഭൂരിപക്ഷ വിധി നടപ്പിലാകുന്നു എന്നൊരു സാഹചര്യമാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ 5-അംഗ ഭരണഘടനാ ബെഞ്ച് വിധി പറയാനിരിക്കുമ്പോഴും സമാനമായൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതകൾ അവിടെയില്ലേ? സ്വാഭാവികമായും അത്തരത്തിലുള്ള സാധ്യതയുണ്ട്. കാരണം 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇപ്പോൾ വിധി പറയുന്നത്. അതിപ്പോൾ നേരത്തെ സമാനമായ പല കേസുകളിലും അയോധ്യ വിധിയാകട്ടെ, അതിനുശേഷം നടന്ന പല വിധികളാകട്ടെ, അപ്പോഴൊക്കെ തന്നെ ഭിന്ന വിധികൾ ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ എന്താണ് വിധിയെന്ന് വ്യക്തമല്ല. അല്ലെങ്കിൽ ഒറ്റ വിധിയാണോ അതോ വ്യത്യസ്ത വിധിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, ഭിന്ന വിധിയുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തമല്ല. കാരണം ബെഞ്ച് ഇപ്പോഴും കോടതി നടപടികളിലേക്ക് കടന്നിട്ടില്ല, ബെഞ്ച് ഇതുവരെ ഇരുന്നിട്ടില്ല. അതിനുശേഷം മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത വരൂ. ഏതായാലും കശ്മീരിന്റെ ഭാവിയെ സംബന്ധിച്ച് ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ നിർണായകം തന്നെയാണ് ഈ വിധിയുള്ളത്. പ്രത്യേകിച്ച് 2ാം മോദി സർക്കാരിന്റെ കാലത്താണ്, 2ാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരമൊരു കശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞുള്ള തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു നിലപാടിലേക്ക് കടന്നത്. പ്രത്യേകിച്ച് BJPയുടെ കാലങ്ങളായി BJP പറഞ്ഞുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം തന്നെയായിരുന്നു ജമ്മു കാശ്മീരിനുള്ള പ്രത്യേക പദവി റദ്ദാക്കുമെന്നുള്ളത്. അത്തരമൊരു തീരുമാനത്തിലേക്ക് 2ാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2019 ഓഗസ്റ്റ് 5-നാണ് അത്തരമൊരു നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയും. നമുക്ക് അതിന്റെ നിർണായകമായ വിവരങ്ങളിലേക്ക് വരാം. രാകേഷ്, നമുക്ക് സ്ക്രീനിൽ കാണാം, കോടതി നടപടികൾ ആരംഭിച്ചിട്ടില്ല. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ അംഗങ്ങൾ അവരുടെ സീറ്റിലേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനകം കോടതി നടപടികൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കാര്യത്തിലാണ് ഇന്ന് ഭരണഘടനാ ബെഞ്ച് വിധി പ്രഖ്യാപിക്കാനിരിക്കുന്നത്. അല്പസമയത്തിനകം വിധി പ്രതീക്ഷിക്കുന്നു. തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി നിങ്ങൾ മനസ്സിലാകുന്നത് ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിലായിട്ട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കമുള്ളവ നടത്തുന്നുണ്ട്. ഇന്ന് ഇവിടെ ജില്ലയിലെ MLA-മാർ ഉൾപ്പെടെയുള്ളവർ, DCC KPCC ഭാരവാഹികൾ, ജില്ലയിലെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനം നടത്തുന്നതും ഈ പ്രതിഷേധങ്ങളുടെ ശക്തി ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിലും ഈ മറ്റു ജില്ലകളിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാം തന്നെയും മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ളൊരു പ്രതിഷേധം തന്നെയായിരിക്കും നവകേരള യാത്രയ്ക്ക് നേരിടേണ്ടി വരിക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രഞ്ജിന് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിഷേധം അതേപടി തന്നെ നിലനിർത്തുക, അല്ലെങ്കിൽ അതൊന്നുകൂടി വർദ്ധിപ്പിക്കുക. തങ്ങളുടെ പ്രതിഷേധം റോഡുകളിലേക്ക് വലിയ രീതിയിൽ ഉണ്ടാകുമെന്ന് KC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് തന്നെയും ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ടായിരിക്കും വരുന്ന ദിവസങ്ങളിലെ പ്രതിഷേധത്തിന്റെ സ്വഭാവം ഉണ്ടാകുക. നവകേരള ബസിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ അറസ്റ്റ്. KSU സംസ്ഥാന സെക്രട്ടറി ബേസിൽ വർഗീസ് ഉൾപ്പെടെ 4 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. വധശ്രമ കുറ്റം ചുമത്തിയാണ് KSU പ്രവർത്തകർക്കെതിരെ കേസ്. എൽദോസ് കുന്നപ്പള്ളിയിൽ MLA-യും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെയും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തും. അതേസമയം MLA കയ്യേറ്റം ചെയ്ത കേസിൽ കണ്ടാലറിയാവുന്ന 30ഓളം DYFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. ഡാനി, എന്തായാലും ഷൂ എറിഞ്ഞവർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നു. വലിയ തോതിൽ അത് പ്രതിഷേധമാക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു. എങ്ങനെയാണ് ഇതിന്റെ ഒരു വിശദാംശങ്ങൾ? രഞ്ജിനെ, പ്രതിഷേധിച്ചവർക്ക് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഷൂ എറിഞ്ഞവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. KSU പ്രവർത്തകർക്ക് നേരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇവരെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ പിടിയിലായിരുന്നു സംസ്ഥാന സെക്രട്ടറി അടക്കം 3 പേരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ FIR-ൽ പറയുന്നതനുസരിച്ച് വാഹനത്തിന് നേരെ ഷൂ എറിയുകയും അത് വലിയ രീതിയിലുള്ളൊരു അപകടത്തിന് കാരണമാവുകയും അതിൽ സഞ്ചരിച്ചിരുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരുടെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ജീവന് അപകടത്തിലാകുന്ന രീതിയിലേക്ക് പോകുന്ന പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവരുടെ ജീവൻ തന്നെ
തന്നെ അപകടത്തിൽപ്പെടുത്തുന്ന രീതിയിൽ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ്. ഇങ്ങനെയാണ് വധശ്രമത്തിനടക്കം കാരണമാകുന്ന രീതിയിൽ തന്നെ കേസ് എടുത്തിരിക്കുന്നത്. കടുത്ത വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലായിട്ട് പ്രതിഷേധ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കുറുപ്പുംപടിയിലും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതിയുടെ വിധി അല്പസമയത്തിനകം പ്രതീക്ഷിക്കുകയാണ്. ഭരണഘടനയുടെ 370 അനുച്ഛേദം ഭേദഗതി ചെയ്തതിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് വിധി പറയുന്നത്. വിധി കണക്കിലെടുത്ത് കശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. കോടതി നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം കോടതി നടപടികൾ ആരംഭിക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. രാകേഷ് ചേരുന്നു. രാകേഷ്, ഈ വിധി എത്രമാത്രം രാജ്യത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് എന്നത് നമുക്കറിയാം. ജമ്മു കാശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. കേന്ദ്ര സർക്കാർ പ്രത്യേകമായും ഈ ഹർജി പരിഗണിക്കുന്ന വേളയിലൊക്കെ ചൂണ്ടിക്കാട്ടിയത് അവിടെ ഭീകര പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഈ നടപടികളിലൂടെ സാധിച്ചു എന്നതാണ്. എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളും നടപടികളുമാണ് ഈ വിധി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് കശ്മീരിൽ ഒരുക്കിയിട്ടുള്ളത്? ആ വിധി വരുന്നത് കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ജമ്മു കശ്മീരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പോലീസ് റിവ്യൂ മീറ്റിംഗ് ചേരുകയും ഒപ്പം തന്നെ സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ CRPF അടക്കം പോലീസിനെയും CRPFനെയും വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ചില നേതാക്കൾ വീട്ടുതടങ്കലിലാണെന്ന അഭ്യൂഹങ്ങൾ ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. മെഹബൂബ് മുഫ്തി വീട്ടുതടങ്കലിലാണെന്ന് PDP ഇതിനോടൊപ്പം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒമർ അബ്ദുള്ള വീട്ടുതടങ്കലിലാണെന്ന് നാഷണൽ കോൺഫറൻസും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ആരെയും വീട്ടുതടങ്കലിലാക്കിയിട്ടില്ല, മറിച്ച് ഇത്തരം വരുന്ന വാർത്തകളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ കോടതി നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ 5 പേരും ഇപ്പോൾ ഇരിപ്പിടത്തിലെത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ കേസിൽ വിധി പ്രസ്താവിക്കും. രേണുക, എന്തായാലും നിർണായക നിമിഷങ്ങളാണ്. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 5 പേരും അവരുടെ ഇരിപ്പിടങ്ങളിലെത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം വിധി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിധി പ്രഖ്യാപനം ആരംഭിച്ചിരിക്കുന്നു. അതിലേക്ക് whether the abrogation of Article 370 by the President in exercise of the power under Article 370 Clause 3 is constitutionally invalid in the absence of a recommendation of the Constituent Assembly of the State of Jammu and Kashmir as mandated by the proviso to Clause 3. E. Whether the proclamation of the Governor dated 20 June 2018 in exercise of power conferred by Section 92 of the Constitution of Jammu and Kashmir and the subsequent exercise of power on 21 November 2018 under Section 53(2) of the Constitution of Jammu and Kashmir to dissolve the Legislative Assembly are constitutionally valid. F. Whether the proclamation which was issued by the President of India under Article 356 of the Constitution on 19 December 2018 and the subsequent extensions are constitutionally valid. G. Whether the Jammu and Kashmir Reorganization Act 2019, by which the state of Jammu and Kashmir was bifurcated into 2 union territories, the Union Territory of Jammu and Kashmir and the Union Territory of Ladakh, is constitutionally valid, bearing in mind, 1. The first proviso to Article 3, which requires that a bill affecting the area, boundaries, or name of a state has to be referred to the legislature of the state for its views. And 2, the second proviso to Article 3, which requires the consent of the state legislature for increasing or diminishing the area of the state of Jammu and Kashmir, or altering the name of the boundary of the state before the introduction of the bill in Parliament. H, whether during the tenure of a proclamation under Article 356, and when the Legislative Assembly of the state is either dissolved or is in suspended animation, the status of the state of Jammu and Kashmir as a state under Article 1(3)(a) of the Constitution and its conversion into a union territory under Article 1(3)(b) constitutes a valid exercise of power. I'll now read out our conclusions under different heads. Whether the proclamation issued under Article 356 of the Constitution of India and Section 92 of the Constitution of Jammu and Kashmir is constitutionally valid. We have held that this court need not adjudicate on the validity of the proclamations because, 1.
The pleadings of the petitioners in the writ petitions indicate that their principal challenge is to the abrogation of Article 370 and whether such an action could have been taken during President's rule. And two, even if this court holds that the proclamation could not have been issued under Article 356, there would be no material relief which can be given in view of the fact that President's rule was revoked in the state of Jammu and Kashmir on 31st October 2019. Further, the petitioners have assailed the specific actions which were taken when the proclamation was in force, on the ground that those actions breached the constitutional limitations on the exercise of power after a proclamation under Article 356 is issued. These substantive challenges, which form the fulcrum of the case of the petitioners, have been considered. Next issue, whether there are limitations on the exercise of power by the President or Parliament under Article 356. We have held that there are limitations on the power which can be exercised by the Union Government in the state when a proclamation under Article 356 is in operation. We have reached the conclusion on the following grounds. A. The majority in S.R. Bommai, the 9-judge bench decision, held that the actions taken by the President after issuing a proclamation are subject to judicial review. However, the learned judges adopted slight variations on the standard needed to be applied by the court to test the validity of the exercise of power by the President after the issuance of the proclamation. Justice Sawant applied the standard of whether the exercise of power was mala fide or palpably irrational. Justice Reddy observed that the advisability and necessity of the action must be borne in mind by the President. 2. This bench, sitting in a combination of 5 judges, is bound by the decision of the majority in S.R. Bommai on the issue. We also undertook a textual and purposive reading of Article 356 in particular and Part 18 as a whole. We hold that there are limitations on the power exercisable after a proclamation under Article 356 is issued. The following are our reasons. First, the thread that runs through Part 18 of the Constitution, when read as a whole, is that differing levels of executive and legislative power are required to handle an emergency under Article 352 and under Article 356. This principle applies to the exercise of power when a proclamation under Article 356 is in force. Second, Article 356(1) states that the President may, by a proclamation, assume or declare the powers stipulated in clauses A, B, and C of Article 356(1). The powers stipulated in clauses A, B, and C of Article 356(1) are not automatically invoked when a proclamation is issued under Article 356. Third, Article 356(1)(a) does not opt for an all or none formula. The phrase all or any does not indicate that the Union Government can exercise a part of the functions of the state government and the state government can exercise the remaining, because the suspension of the state government is an automatic consequence of the proclamation under Article 356. It rather indicates that the scope of the power exercised by the Union Government must depend on the circumstances for issuing the proclamation. Fourth, clauses A, B, and C of Article 356(1) grant the President independent powers. However, the power provided under Clause C is broad enough to encapsulate the power of the President to assume functions under Clause A and declare under Clause B that the powers of the legislature of the state shall be exercisable by Parliament. Fifth, the principle underlying Article 356(1)(c) is that the exercise of power by the President must be desirable or necessary to give effect to the objects of the proclamation. The commonality in both the necessity and desirability standard is that the exercise of power must have a reasonable nexus with the object of the proclamation. Thus, the principle which runs through Article 356(1)(c) and which also guides the exercise of power under Article 356(1)(a) is that the exercise of power must have a reasonable nexus with the object of the proclamation. And sixth, when a proclamation under Article 356 is in force, there are innumerable decisions which are taken by the Union Government on behalf of the state government for the purpose of day-to-day administration. Every decision and action taken by the Union Executive on behalf of the state is not subject to challenge. Opening up challenge to every decision would lead to chaos and uncertainty. It would in effect put the administration in the state at a standstill. Therefore, the following standard is laid down to assess actions under Article 356 after the proclamation has been issued. A.
The exercise of power by the President under Article 356 must have a reasonable nexus to the object of the proclamation. B. The person challenging the exercise of power must prima facie establish that it is a mala fide or extraneous exercise of power. After a prima facie case is made, the onus shifts to the union to justify that the exercise of power had a reasonable nexus with the object of the proclamation. And C. The exercise of power by the President for everyday administration of the state is not ordinarily subject to judicial review. The argument of the petitioners that the union government cannot take actions which have irreversible consequences when a proclamation under Article 356 is in force is not accepted. The power of the legislature of the state under Article 357 to repeal or alter or amend a law enacted by Parliament in exercise of the power of the legislature of the state must be read in the context of the amendment introduced by the Constitution, 42nd Amendment Act 1976. Before the amendment, the law to the extent of incompetency would automatically cease to exist after a buffer period and actions done were expressly saved. However, an express repeal by the competent legislature is required for the law to cease to exist after the amendment. The repealing statute would in such case make provisions for actions taken during the subsistence of the legislation. The observations in Krishna Kumar Singh on whether the consequence of an ordinance can subsist even after the ordinance ceases to exist cannot be transposed to interpret the limits of Article 356 because an ordinance which has the effect of a law by its very nature has a limited life. The argument of the petitioners that Parliament can only assume the lawmaking powers of the legislature of the state when the proclamation under Article 356 is issued is not accepted. The purpose of Article 357 is to ensure that while exercising the powers of the legislature of the state, pursuant to a declaration under Article 356(1), Parliament, or as the case may be, the President, are not impeded by an absence of competence which would have impeded the exercise of a similar power in the absence of a proclamation under Article 356. Further, Article 357 does not contain a non-obstante provision which overrides Article 356. To interpret Article 357(1) as a restriction on Article 356(1)(b would be to read in a restriction which the plain terms of the Constitution do not provide. As held above, the exercise of power after a proclamation under Article 356 is issued is subject to judicial review, and immunity from judicial scrutiny does not attach to the exercise of constitutional powers of the legislature of the state. The court, while judicially reviewing the exercise of power, can determine if the exercise of the constitutional power of the legislature of the state by Parliament has a reasonable nexus with the object sought to be achieved by the proclamation. The next issue is whether Jammu and Kashmir retained an element of sovereignty or internal sovereignty when it joined the Union of India. We have held that the state of Jammu and Kashmir did not retain an element of sovereignty when it joined the Union of India. We have arrived at this conclusion for the following reasons. First, paragraph 8 of the instrument of accession executed by Maharaja Hari Singh provided that nothing in the instrument would affect the continuance of the sovereignty of the Maharaja in and over the state. Second, on 25 November 1949, a proclamation was issued for the state of Jammu and Kashmir by Yuvraj Karan Singh. The declaration in this proclamation that the Constitution of India would not only supersede all other constitutional provisions in the state which were inconsistent with it, but also abrogate them, achieves what would have been attained by an agreement of merger. With the issuance of the proclamation, paragraph 8 of the instrument of accession ceased to be of legal consequence. The proclamation reflects the full and final surrender of sovereignty by Jammu and Kashmir through its sovereign ruler to India, to her people who are sovereign. Third, neither the constitutional setup nor any other factors indicate that the state of Jammu and Kashmir retained an element of sovereignty. The Constitution of Jammu and Kashmir was only to further define the relationship between the Union of India and the state of Jammu and Kashmir. The relationship was already defined by the instrument of accession, the proclamation by Yuvraj Karan Singh in November 1949,
and more importantly, by the Constitution of India. Fourth, there is a clear absence in the Constitution of Jammu and Kashmir of a reference to sovereignty. In contrast, the Constitution of India emphasizes in its preamble that the people of India resolve to constitute themselves or to constitute India into a sovereign, socialist, secular, democratic republic. Fifth, that the state of Jammu and Kashmir became an integral part of the Union of India is evident from Articles 1 and 370 of the Indian Constitution. It is reiterated in Section 3 of the Constitution of Jammu and Kashmir, which is unamendable. Sixth, the preamble of the Constitution of Jammu and Kashmir, Sections 3, 5 and 147 of the State Constitution, coupled with Article 1 of the Constitution of India, read with the first schedule, as well as Article 370, indicate in no uncertain terms that a system of subordination as understood by the definition of sovereignty exists by which the state is subordinate to the Indian Constitution first and only then to its own constitution. Seventh, all states in the country have legislative and executive power, albeit to differing degrees. The Constitution accommodates concerns specific to a particular state by providing for arrangements which are specific to that state. Articles 371A to 371J are examples of special arrangements for different states. This is a feature of asymmetric federalism, like Article 370, which became applicable to Jammu and Kashmir on the adoption of the Constitution. The state of Jammu and Kashmir does not have internal sovereignty which is distinguishable from the powers and privileges enjoyed by other states in the country. And eighth, the limited question before the Constitution bench in its decision in Premnath Kaul was whether the monarch held plenary legislative powers after the Constitution of India as it applied to Jammu and Kashmir was adopted in the state, but before the Constitution of Jammu and Kashmir was adopted. A decision is an authority for the proposition which it decides. The question whether the state of Jammu and Kashmir retains sovereignty upon integration with the dominion of India did not arise in that case. The next issue which we have addressed is the challenge to Constitutional Order 273, CO 273. To answer this issue, we had to decide on two issues. One, whether Article 370 is a temporary provision, and two, the effect of the dissolution of the Constituent Assembly of Jammu and Kashmir on the scope of powers under Clause 3 of Article 370. We have held that Article 370 is a temporary provision on a reading of the historical context in which it was included. Article 370 was introduced to serve two purposes. First, the transitional purpose, to provide for an interim arrangement until the Constituent Assembly of the state was formed and could take a decision on the legislative competence of the Union on matters other than the ones stipulated in the instrument of accession and ratify the Constitution. And second, a temporary purpose, an interim arrangement in view of the special circumstances because of the war conditions in the state. See, we have held that a textual reading of Article 370 also indicates that it is a temporary provision. For this purpose, we have referred to the placement of the provision in Part 21 of the Constitution, which deals with temporary and transitional provisions, the marginal note to the provision, which states temporary provisions in respect to the state of Jammu and Kashmir, and a reading of Articles 370 and 1, by which the state became an integral part of India upon the adoption of the Constitution. D. On the second question of the effect of the dissolution of the Constituent Assembly of Jammu and Kashmir on the scope of powers under Clause 3 of Article 370, we have held that the power of the President of India under Article 370 Clause 3 to issue a notification declaring that Article 370 ceases to exist, subsists even after the dissolution of the Constituent Assembly of Jammu and Kashmir for the following reasons. First, the proviso to Article 373, that is Clause 3, encapsulates the process by which the Indian states could ratify the Constitution of India.
The ruler of each Indian state had to issue a proclamation ratifying the constitution on the recommendation of the Constituent Assembly where such body existed. In states where the Constituent Assembly was not convened by then, the ruler of the state had to issue a proclamation accepting the constitution. When a Constituent Assembly was convened in those states, the Constituent Assembly could make a recommendation for the modification of the constitution as it applied to the state, and such a recommendation would be earnestly considered, into inverted commas, earnestly considered by the Union. The words recommendation of the Constituent Assembly referred to in clause 2 shall be necessary before the President issues a notification, as it appears in the proviso to Article 370, clause 3, and must be read in this context. Thus, the recommendation of the Constituent Assembly to begin with was not binding on the President. Second, at the time of the framing of the Constitution of India, it was obviously within the contemplation that the Constituent Assembly of Jammu and Kashmir was formed for framing the Constitution for the state. It was not intended to be a permanent body, but a body with a specific remit and purpose. The power conferred by the proviso to Article 370, clause 3, was hence something which would operate in a period of transition when the Constituent Assembly of Jammu and Kashmir was formed and was in existence pending the drafting of the state constitution. Third, when the Constituent Assembly of Jammu and Kashmir ceased to exist, only one of the special circumstances for which the provision was introduced ceased. However, the other circumstances, that is the special circumstances because of the situation in the state of Jammu and Kashmir, for which Article 370 was introduced, subsisted even after the Constituent Assembly ceased to exist. This is recognized by the judgment of the Constitution Bench in Sampat Prakash. Fourth, the effect of the President declaring under Clause 3 of Article 370 that Article 370 ceases to exist is that the provisions of the Constitution which apply to every state in the first schedule would equally apply to the state of Jammu and Kashmir. Articles 370(1)(d) and 370(3) were introduced with the purpose of enhancing constitutional integration and not for the disintegration. So, the power under Article 370(1)(d) and Article 370 Clause 3, even when exercised to its fullest extent, does not freeze the system of integration contemplated by Article 370, but is rather intended to enhance constitutional integration between the Union and the state of Jammu and Kashmir. Holding that the power under Article 370 Clause 3 cannot be exercised after the dissolution of the Constituent Assembly would lead to the freezing of the process of integration, contrary to the purpose of introducing the provision. And 5, if the contention of the petitioners on the interpretation of Article 370 vis-à-vis the dissolution of the Constituent Assembly is accepted, then Article 370 Clause 3 would become redundant and would lose its temporary character. The President, while deciding if the power under Article 370 Clause 3 must be exercised, determines if the special circumstances which warranted a special solution in the form of Article 370 have ceased to exist. This is a policy decision which completely falls within the realm of the executive. The court cannot sit and appeal over the decision of the President of India on whether the special circumstances which led to the arrangement under Article 370 have ceased to exist. However, the decision is not beyond the scope of judicial review. It is settled law that the exercise of executive power can be challenged on the ground of malefides. The slew of constitutional orders issued by the President under Article 370(1)(d), applying various provisions of the Constitution and applying provisions with modification, indicate that over the course of the last 70 years, the Union and the state have, through a collaborative exercise, constitutionally integrated the state of Jammu and Kashmir with the Union. This is not a case where only Articles 1 and Article 370 of the Constitution were applied to the state of Jammu and Kashmir, and suddenly, after 70 years, the entire Constitution was being made applicable. The continuous exercise of power under Article 370, Clause 1 by the President indicates that the gradual process of constitutional integration was ongoing. The declaration issued by the President in exercise of the power under Clause 3 of Article 370 is a culmination of the process of integration.
Thus, we do not find that the President's exercise of power under Clause 3 of Article 370 was mala fide. Having concluded that the power under Article 370, Clause 3 subsisted even after the dissolution of the Constituent Assembly, we have held that the exercise of power by the President to issue CO 273 is a valid exercise of constitutional power. The next issue is the challenge to CO 272 on the ground that the power under Article 371D cannot be issued to apply all the provisions of the Constitution to the state of Jammu and Kashmir. We have held that all provisions of the Constitution can be applied to Jammu and Kashmir through the exercise of power under Article 371D. The power under Article 371D can be used to apply one provision, more than one provision, an entire part of the Constitution, or all the provisions of the Constitution, that is the entire Constitution. The provision does not make a distinction between one or all provisions of the Constitution. Non-application of mine cannot be claimed merely because CO 272 applies all provisions of the Constitution to Jammu and Kashmir in one go. The next issue is the challenge to CO 272 on the ground that the President could not have secured the concurrence of the Union Government under the second proviso to Article 371D. We hold that the President seeking the concurrence of the Union Government instead of the Government of the state to issue CO 272 is not invalid because, first, the effect of applying all the provisions of the Constitution to the state of Jammu and Kashmir through the exercise of power under Article 371D is the same as an exercise of power under Article 370, Clause 3, notifying that Article 370 shall cease to exist. That is, all provisions of the Constitution of India will apply to the state of Jammu and Kashmir, except for the fact that the former can be reversed while the latter, namely under Clause 3, cannot. Second, consultation and collaboration between both the units will only be necessary where the application of the provisions of the Indian Constitution to the state would require amendments to the state constitution, because the purpose of the requirements of consultation and collaboration is for the smooth functioning of governance in the state and to ensure that the provisions of the Constitution of Jammu and Kashmir are not inconsistent with the provisions of the Constitution of India. Third, since the effect of applying all the provisions of the Constitution of Jammu and Kashmir, to Jammu and Kashmir through the exercise of the power under Article 371D is the same as issuing a notification under Article 370, Clause 3, which the President has the power to unilaterally issue, the principle of consultation and collaboration are not required to be followed. Fourth, the exercise of power is mala fide only if power was exercised with an intent to deceive. Deception can only be proved if the power which is otherwise unavailable to the authority or body is exercised, or if the power that is available is improperly exercised. Since the concurrence of the state government was not required for the exercise of power under Article 370(1)(d) to apply all provisions of the Constitution to the state, the President securing the concurrence of the Union of India on behalf of the state government is not mala fide. The next issue is the challenge to CO 272 on the ground that it is ultra vires Article 371D because it modifies Article 370. We have held that the modification by CO 272 to Article 367 as it applies to Jammu and Kashmir had the effect of amending Article 370 and is thus ultra vires Article 370(1)(d). We have reached this conclusion for the following reasons. First, recourse must be had to the procedure contemplated by Article 370, Clause 3, if Article 370 is to cease to operate or is to be amended or modified in its application to the state of Jammu and Kashmir. No other procedure may be utilized to amend Article 370. Second, the rule of interpretation that a power under a statute must be exercised in accordance with the provisions of that statute and in no other manner is undoubtedly applicable to the Constitution. Third, from precedent, including Shankari Prasad Singh, Sajjan Singh, Kihoto Holohan, and Rajendra Shah, it emerges that the following aspects are of significance when assessing whether a change has been made to a provision of the Constitution. 1. A change may be either in terms of or in its effect. 2.
A change can be said to have been made even if the language of the concerned provision is not directly amended by adding, subtracting, or modifying the language. This is a change in effect. And 3, if the effect of an amendment is to change a provision, such effect must be significant or appreciable. And 4, the substance of a change is more important than its form. Second, an assessment of whether a constitutional order amounts to a modification and consequently whether the procedure under Article 370 Clause 1 or under Article 370 Clause 3 ought to have been followed depends on this standard. Third, the effect of a provision of law is as important as its form. While the change sought to be made by paragraph 2 of CO 272 may appear to be a modification or amendment of Article 367 at first blush, its effect is to amend Article 370 itself. CO 272 changes the language to the proviso to Article 370 Clause 3 in 2 ways. First, it changes the recommending body from the Constituent Assembly to the Legislative Assembly. And second, it makes a new arrangement at variance with that specific Constituent Assembly. Both these changes are not insignificant because they modify the essential character of the proviso by substituting a particular type or kind of body with another type or kind entirely. Fourth, while the interpretation clause, namely Article 367, can be used to define or give meaning to particular terms, it cannot be deployed to amend a provision by bypassing the specific procedure laid down for its amendment. This would defeat the purpose of having a procedure for making an amendment to the Constitution of India. Fifth, the consequence of permitting amendments through the circuitous manner would be disastrous. Many provisions of the Constitution would be susceptible to amendments which evade the procedure stipulated by Article 368 or other provisions. Sixth, the previous constitutional orders which modified Article 370 through Article 367 were clarificatory and consequential. They did not have the effect of amending Article 370. We have therefore held as ultra vires the amendments which were made to Article 370 Clause 3 by taking recourse to Article 367. G. The status of the Constitution of Jammu and Kashmir. The gaps left by the non-application of some parts of the Constitution of India were filled by the Constitution of the state. After the abrogation of Article 370, as it stood before the issuance of CO 272 and CO 273, and the application of the entirety of the Constitution of India to the state, the Constitution of the state does not fulfill any purpose or serve any function. Hence, the implicit but necessary consequence of the application of the Constitution of India in its entirety to the state of Jammu and Kashmir is that the Constitution of the state is inoperative. On the validity of Parliament's exercise of power under the first proviso to Article 3, this is what we have said. A 5-judge bench of this court in Babulal Parate held that the views expressed by the legislature of the state under the proviso to Article 3 are not binding on Parliament. If the views of the state legislature were binding on Parliament, which is not the case, there would be scope for debate on whether Parliament in exercise of its powers under Article 356 1b could have substituted its views for the views of the Legislative Assembly of the state. However, the views of the legislature of the state are not binding on Parliament in terms of the first proviso to Article 3. The views of the legislature of the state under the first proviso to Article 3 are recommendatory to begin with. Thus, Parliament's exercise of power under the first proviso to Article 3 is valid and not mala fide. The next issue is on the validity of the suspension of the second proviso to Article 3 as applicable to Jammu and Kashmir. When the reorganization bill was introduced, that is on 5 August 2019, the second proviso to Article 3 as it applied to the state of Jammu and Kashmir ceased to exist because of CO 272. Thus, the issue of whether the second proviso to Article 3 could have been suspended in exercise of the power under Article 356 1c does not survive. The next issue is the validity of the Jammu and Kashmir Reorganization Act 2019. The Solicitor General, appearing for the Union of India, submitted that statehood will be restored to Jammu and Kashmir and that its status as a union territory is temporary. The Solicitor General submitted that the status of the Union Territory of Ladakh will not be affected by the restoration of statehood to Jammu and Kashmir.
In view of the submission made by the Solicitor General that statehood would be restored of Jammu and Kashmir, we do not find it necessary to determine whether the reorganization of the state of Jammu and Kashmir into two union territories of Ladakh and Jammu and Kashmir is permissible under Article 3. The status of Ladakh as a union territory is upheld because Article 3A, read with Explanation 1, permits forming a union territory by separation of a territory from any state. This court is alive to the security concerns in the territory. Direct elections to the legislative assemblies, which is one of the paramount features of representative democracy in India, cannot be put on hold until statehood is restored. We direct that steps shall be taken by the Election Commission of India to conduct elections to the Legislative Assembly of Jammu and Kashmir, constituted under Section 14 of the Reorganization Act by 30 September 2024. Restoration of statehood shall take place at the earliest and as soon as possible. The question of whether Parliament can extinguish the character of statehood by converting a state into one or more union territories in exercise of power under Article 3 is left open. In an appropriate case, this court must construe the scope of powers under Article 3 in light of the necessary effect of converting a state into union territories, which is that autonomy would be diminished, the historical context for the creation of federating units, and its impact on the principles of federalism and representative democracy. In view of the above discussion, the following are the conclusions. A. The state of Jammu and Kashmir does not retain any element of sovereignty after the execution of the instrument of accession and the issuance of the proclamation dated 25 November 1949, by which the Constitution of India was adopted. The state of Jammu and Kashmir does not have internal sovereignty, which is distinguishable from the powers and privileges enjoyed by other states in the country. Article 370 was a feature of asymmetric federalism and not sovereignty. B. The petitioners did not challenge the issuance of the proclamations under Section 92 of the Jammu and Kashmir Constitution and Article 356 of the Indian Constitution until the special status of Jammu and Kashmir was abrogated. The challenge to the proclamations does not merit adjudication because the principal challenge is to the actions which were taken after the proclamation was issued. C. The exercise of power by the President after the proclamation under Article 356 is issued is subject to judicial review. The exercise of power by the President must have a reasonable nexus with the object of the proclamation. The person challenging the exercise of power must prima facie establish that it is a mala fide or extraneous exercise of power. Once a prima facie case is made, the onus shifts to the Union to justify the exercise of such power. D. The power of Parliament under Article 356(1)(b) to exercise the powers of the legislature of the state cannot be restricted to lawmaking power, thereby excluding non-lawmaking power of the legislature of the state. Such an interpretation would amount to reading in a limitation into the provision contrary to the text of the article. E. It can be garnered from the historical context for the inclusion of Article 370 and the placement of Article 370 in Part 21 of the Constitution that it is a temporary provision. F. The power under Article 370 Clause 3 did not cease to exist upon the dissolution of the Constituent Assembly of Jammu and Kashmir. When the Constituent Assembly was dissolved, only the transitional power recognized in the provisor to Article 370 Clause 3, which empowered the Constituent Assembly to make its recommendations, ceased to exist. It did not affect the power held by the President under Article 370 Clause 3. G. Article 370 cannot be amended by exercise of power under Article 370(1)(d). Recourse must have been taken to the procedure contemplated by Article 370 Clause 3 if Article 370 is to cease to operate or is to be amended or modified in its application to the state of Jammu and Kashmir. Paragraph 2 of CO 272, by which Article 370 was amended through Article 367, is ultra vires Article 370 Clause 1, Clause D, because it modifies Article 370 in effect without following the procedure prescribed to modify Article 370. An interpretation clause cannot be used to bypass the procedure laid down for amendment. H. The exercise of power by the President under Article 370(1)(d)
to issue CO 272 is not mala fide. The President, in exercise of power under Article 370, Clause 3, can unilaterally issue a notification that Article 370 ceases to exist. The President did not have to secure the concurrence of the government of the state or union of the union government acting on behalf of the state government under the second proviso to Article 370, 1D, while applying all the provisions of the Constitution to Jammu and Kashmir, because such an exercise of power has the same effect as an exercise of power under Clause 3 of Article 370, for which the concurrence or collaboration with the state government was not required. I. Paragraph 2 of CO 272 issued by the President in exercise of power under Article 370, 1D, applying all the provisions of the Constitution of India to the state of Jammu and Kashmir is valid. Such an exercise of power is not mala fide, merely because all the provisions were applied together without following a piecemeal approach. J. The President had the power to issue a notification declaring that Article 370, Clause 3 ceases to operate without the recommendation of the Constituent Assembly. The continuous exercise of power under Article 370, Clause 1 by the President indicates that the gradual process of constitutional integration was ongoing. The declaration issued by the President under Article 370, Clause 3 is a culmination of the process of integration and as such is a valid exercise of power. Thus, CO 273 is valid. K. The Constitution of India is a complete code for constitutional governance. Following the application of the Constitution of India in its entirety to the state of Jammu and Kashmir by CO 273, the Constitution of the state of Jammu and Kashmir is inoperative and is declared to have become redundant. L. The views of the legislature of the state under the first proviso to Article 3 are recommendatory. Thus, Parliament's exercise of power under the first proviso to Article 3 under the proclamation was valid and not mala fide. M. The Solicitor General stated that the statehood of Jammu and Kashmir will be restored, except for the carving out of the Union Territory of Ladakh. In view of the statement, we do not find it necessary to determine whether the reorganization of the state of Jammu and Kashmir into two Union Territories of Ladakh and Jammu and Kashmir is permissible under Article 3. However, we uphold the validity of the decision to carve out the Union Territory of Ladakh in view of Article 3A, read with Explanation 1, which permits forming a Union Territory by separation of a territory from any state. N. We direct that steps shall be taken by the Election Commission of India to conduct elections to the Legislative Assembly of Jammu and Kashmir, constituted under Section 14 of the Reorganization Act by 30 September 2024. Restoration of statehood shall take place at the earliest and as soon as possible. സുപ്രധാന വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. കശ്മീരിന് പ്രത്യേക പദവി ഇല്ല എന്ന വിധി പ്രസ്താവമാണ് വന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ 370 താൽക്കാലികം മാത്രമാണ്. ഇന്ത്യയുടെ ഭാഗമായതോടുകൂടി പ്രത്യേക പരമാധികാരം കശ്മീരിനില്ലാതായി എന്ന വിധി പ്രസ്താവനയാണ് ഉണ്ടായിരിക്കുന്നത്. 3 വിധികളാണ് എങ്കിൽ പോലും ഏകകണ്ഠമായ വിധി പ്രഖ്യാപനമാണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ER രാഗേഷ് ചേരുന്നു. ER രാഗേഷ് വിശദാംശങ്ങളുമായി അല്പസമയത്തിനകം ചേരും. ആർട്ടിക്കിൾ 370 താൽക്കാലികമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ്. കശ്മീരിന് പ്രത്യേക പരമാധികാരമില്ല. കശ്മീർ ഇന്ത്യയുടെ ഏറ്റവും അവിഭാജ്യമായ ഘടകമാണ് എന്നും പറഞ്ഞിരിക്കുന്നു. പ്രസിഡന്റ് റൂൾ ഏർപ്പെടുത്തിയതിനെ ഇടപെടാൻ കോടതി തയ്യാറായിട്ടില്ല. ഈ പരമാധികാരം കശ്മീരിനില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ എല്ലാം കോടതി കേട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ER രാഗേഷ് നമുക്കൊപ്പം ചേരുകയാണ്. രാഗേഷ്, കേന്ദ്രത്തിന് വളരെ ആശ്വാസകരമായ നീക്കങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കശ്മീരിന് പ്രത്യേക അധികാരമില്ല, പരമാധികാരമില്ല, ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ?
ഏറെ നിർണായകമായ കേസിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം രാഷ്ട്രപതിയുടെ വിജ്ഞാപനം ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ കോടതി ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ച് വ്യക്തത വരുത്തിയിരിക്കുകയാണ്. അതായത് കശ്മീരിന് പരമാധികാരമില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചതിന് ശേഷം മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം മാത്രമാണ് കശ്മീരിനുള്ളത്. കശ്മീരിന് മാത്രമായി പ്രത്യേക പരമാധികാരമില്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ DY ചന്ദ്രചൂഡ് അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നു, അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ളതായ അല്ലെങ്കിൽ ഇല്ലാത്തതായ സവിശേഷമായ അധികാരങ്ങൾ കശ്മീരിനില്ല എന്ന് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് കൂടി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തായുള്ള കാര്യം ഭരണഘടനയുടെ അനുച്ഛേദം 370 ബന്ധപ്പെട്ടാണ്. കാരണം ഭരണഘടന 370 ആണ് കശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്നത്. അത് റദ്ദാക്കിയത് ഹർജിക്കാർ ചോദ്യം ചെയ്തിരുന്നു. അതിൽ സുപ്രീം കോടതി അക്കാര്യത്തിലും വ്യക്തത വരുത്തിയിരിക്കുകയാണ്. കാരണം 370 താൽക്കാലികമാണ് എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം അതൊരു താൽക്കാലിക ടെമ്പററി പ്രൊവിഷൻ എന്നാണ് കോടതി ഉപയോഗിച്ചിരിക്കുന്നത്. അത് താൽക്കാലികം മാത്രമാണ് എന്ന് കോടതി വിശദീകരിക്കുന്നു. മാത്രമല്ല യുദ്ധസമയവും മറ്റുമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു വ്യവസ്ഥ ആർട്ടിക്കിൾ 370 ഒരു ഇടക്കാല ഒരു താൽക്കാലിക സേവനം എന്ന നിലയ്ക്കാണ് 370 നടപ്പാക്കിയിരിക്കുന്നതെന്നാണ് കോടതി ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാനമായിരുന്നു ജമ്മു കാശ്മീർ. അതിന് സംസ്ഥാന പദവി റദ്ദ് ചെയ്തുകൊണ്ടാണ് 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി ആ പ്രത്യേക അധികാരം എടുത്തു കളയുന്നതിനൊപ്പം 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചത് ലഡാക്കും ഒപ്പം തന്നെ ജമ്മു കാശ്മീരും. അക്കാര്യത്തിൽ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന പദവി നൽകുന്ന കാര്യം അത് സോളിസിറ്ററി ജനറൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇടപെടുന്നില്ല. പക്ഷേ സംസ്ഥാന പദവി നൽകുകയും അതിനുശേഷം ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന നിർദ്ദേശം കൂടി കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയും ചെയ്തിരുന്നു. അതായത് വരുന്ന 2024 സെപ്റ്റംബർ 30 മുമ്പായി ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് സംബന്ധിച്ച നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായി ഒരുപക്ഷെ സംസ്ഥാന പദവി സ്വാഭാവികമായും പുനഃസ്ഥാപിച്ചേക്കും. ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വന്നിരിക്കുകയാണ്. ഏതാണ്ട് 4 വർഷത്തോളം നീണ്ട 2019 ഓഗസ്റ്റ് 5 ഇത്തരമൊരു നടപടി രാഷ്ട്രപതിയുടെ വിജ്ഞാപനം വരുന്നത്. ഏതായാലും രേണുക സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. അതായത് രാഷ്ട്രപതിയുടെ വിജ്ഞാപനം 2 വിജ്ഞാപനങ്ങളും ഇപ്പോൾ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ശരിവച്ചിരിക്കുകയാണ്. കാരണം ഈ കേസിൽ 3 വിധിന്യായങ്ങളാണ് കോടതി പുറപ്പെടുവിക്കുന്നത്. ഒന്ന് ചീഫ് ജസ്റ്റിസ് വിധിന്യായം പുറപ്പെടുവിക്കും. മറ്റ് 2 ജഡ്ജിമാരും കൂടി സഞ്ജയ് കൗളും സഞ്ജീവ് ഖന്നയുടെ വിധിന്യായവും ഉണ്ടാകും. ഏതായാലും ഭിന്ന വിധികളില്ല എന്ന് കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമാനമായ പരാമർശം തന്നെയായിരിക്കും ഒരുപക്ഷെ മറ്റ് ജസ്റ്റിസുമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. രേണുക, തീർച്ചയായും രാകേഷ്, ഏതാണ്ട് 16 ദിവസം നീണ്ട വാദപ്രതിവാദത്തിന് ശേഷമാണ് കോടതി ആ വാദങ്ങളൊക്കെ കേട്ടതിന് ശേഷമാണ് കോടതി ഇപ്പോൾ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 4 വർഷത്തിനിപ്പുറമാണ് കശ്മീരിന്റെ പദവി എടുത്തു കളഞ്ഞ വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരമോന്നത കോടതിയുടെ വിധി പ്രഖ്യാപനം ഉണ്ടാകുന്നത്. കശ്മീർ ഇന്ത്യയുടെ ഭാഗമായപ്പോൾ തന്നെ പ്രത്യേക അധികാരമില്ലാതായി എന്നാണ് സുപ്രീം കോടതി സൂചിപ്പിക്കുന്നത്. അത് താൽക്കാലികമായി ഉണ്ടായിരുന്ന ഒരു ഏർപ്പാട് മാത്രമായിരുന്നു. ആർട്ടിക്കിൾ 370 താൽക്കാലികം മാത്രമെന്ന് പറയുമ്പോൾ ഇതുവരെ ആ പദവി എടുത്ത് കളയുന്നത് വരെ കശ്മീരിന് ഉണ്ടായിരുന്ന പദവികൾ പോലും അതിന് പോലും സാങ്കത്യമില്ല എന്ന കാര്യം കൂടിയാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇന്ത്യയുടെ ഭാഗമായപ്പോൾ മറ്റേതൊരു സ്റ്റേറ്റിനെയും പോലെ ഉള്ള പ്രത്യേക പദവിയില്ലാത്ത ഇന്ത്യയുടെ ഏറ്റവും അവിഭാജ്യമായ ഘടകം മാത്രമായി കശ്മീർ മാറി എന്നതാണോ ഈ വിധി പ്രഖ്യാപനത്തിലൂടെ സുപ്രീം കോടതി സൂചിപ്പിക്കുന്നത്? രേണുക, അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളെ അംഗീകരിച്ചുകൊണ്ടൊരു വിധിയാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട വാദം ഈ കേസിൽ 1957 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇല്ലാതാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇല്ലാതാവുമ്പോൾ ഈ കശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന 370 വകുപ്പ് റദ്ദാക്കിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അതൊരു സ്ഥിരം സംവിധാനമായി മാറി.
സ്ഥിരം വ്യവസ്ഥയായി മാറി എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. പക്ഷേ ആ വാദം നിരാകരിക്കുന്ന നടപടി അല്ലെങ്കിൽ നിരാകരിക്കുന്ന ഉത്തരവ് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. കാരണം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ 370 കശ്മീരിനുള്ള പ്രത്യേക അധികാരം എടുത്തു കളയാനുള്ള അധികാരം അത് പാർലമെന്റിനുണ്ട് എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. സ്വാഭാവികമായും ആ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചതിന് ശേഷം മറ്റു സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം മാത്രമാണ് ഉള്ളത് എന്ന് അടിവരയിട്ടുകൊണ്ട് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള, അതായത് കശ്മീരിന് നേരത്തെ പ്രത്യേക അധികാരങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 35A കശ്മീരിലുള്ളവർക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകുന്നതായിരുന്നു. 35A 370 തന്നെ 35A സ്വാഭാവികമായും 370 റദ്ദാക്കപ്പെട്ടതോടുകൂടി ആ അവകാശങ്ങളും ഭരണഘടന അതുകൂടി റദ്ദാവുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായും അക്കാര്യങ്ങൾ ശരിവെക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ നടപടി അതെല്ലാം റദ്ദാക്കിയ നടപടി ശരിവെക്കുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ ഏതായാലും കോടതിയുടെ ഭാഗത്ത് 35A വാലിഡ് അല്ല എന്ന ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം 370 ചേർന്ന് നിൽക്കുന്നതാണ് 335A. സ്വാഭാവികമായും 370 റദ്ദാക്കപ്പെട്ടപ്പോൾ തന്നെ 35A റദ്ദാവുകയും ചെയ്തിരുന്നു. അപ്പോൾ 370 ഭരണഘടന 370 അനുച്ഛേദം താൽക്കാലികം മാത്രമാണെന്ന് പറയുമ്പോൾ അത് ശരിവെക്കിയിരിക്കുകയാണ്. അപ്പോൾ 35A സ്വാഭാവികമായും അത് അസാധുവാക്കപ്പെട്ട നടപടി കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കശ്മീരിൽ സ്ഥിര താമസമല്ലാത്ത മറ്റാർക്കും അവിടെ ഭൂമി വാങ്ങാനുള്ള അവസരം കൂടിയാണ് ഒരുങ്ങുന്നത്. മറ്റ് ഏതൊരു ഇന്ത്യൻ സംസ്ഥാനത്തെയും പോലെ തന്നെയുള്ള പദവി മാത്രമാണ് ജമ്മു കാശ്മീരിനുമുള്ളത്. പ്രത്യേക അധികാരങ്ങളില്ല. അവിടെ ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും ഭൂമി വാങ്ങുകയും താമസിക്കുകയും ഒക്കെ ചെയ്യാവുന്ന ഒരു സാഹചര്യം കൂടി ഒരുങ്ങുകയാണ്. അത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടുകൂടി തന്നെ നിലവിൽ വന്നതാണ്. ആ സാഹചര്യത്തിന് ഇപ്പോൾ സുപ്രീം കോടതി ആ നിലയിൽ വിധി പ്രഖ്യാപനം വരുമ്പോൾ അതിന് അംഗീകാരം കൂടി ലഭിക്കുന്നു. പരമാധികാരം കശ്മീരിനില്ല. ആർട്ടിക്കിൾ 370 എന്നത് താൽക്കാലികം മാത്രമെന്നാണ് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിന്റെ തന്നെ വിശദാംശങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും നമുക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെയും തന്നെയും കേസ് എടുത്തിട്ടുണ്ട്. ശക്തമായ നടപടികളാണ് പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യങ്ങളിൽ വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു. ഷൂ എറിയുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിനു നേരെ സ്വീകരിക്കുന്ന നടപടികളും ഉണ്ടാകുമെന്ന് വ്യക്തമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതേ തുടർന്നാണ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെ ഇവർക്കെതിരെ കേസുണ്ടായിരിക്കുന്നത്. KSU പ്രവർത്തകരെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അല്പസമയത്തിനകം തന്നെ DCCയിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. പ്രതിഷേധത്തിൽ നിന്ന് യാതൊരു രീതിയിലും പിന്നോക്കം പോകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് KSUവും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഇന്ന് ഇവിടെ മണ്ഡലത്തിൽ എറണാകുളം ജില്ലയുടെ വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ളവ ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായി നടക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. രഞ്ജിനി, ഡാനി, ഇതിലിപ്പോൾ പ്രതിഷേധിച്ചവർക്കെതിരെ നടപടി ഇങ്ങനെ കടുപ്പിക്കുന്ന ഒരു സാഹചര്യം, 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇത് കോൺഗ്രസ് വലിയ രാഷ്ട്രീയ വിഷയമാക്കിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരത്തില്ലേ? ആദ്യം തന്നെ ഇത് വലിയ ചർച്ചയാക്കി കോൺഗ്രസ് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ അറസ്റ്റേക്കടക്കം കാര്യങ്ങൾ കടക്കുമ്പോൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദമാക്കി തന്നെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? തീർച്ചയായും രഞ്ജിനി, അതിലൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം, നവകേരള യാത്ര തുടങ്ങിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രതിഷേധം, അതിന് നേരിട്ട രീതി, പിന്നീട് അതിന് ഒരു ഇടവേള വന്നു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് സുപ്രീം കോടതി ശരിവച്ചിരിക്കുകയാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവിയില്ല. ആർട്ടിക്കിൾ 370 താൽക്കാലികം മാത്രമെന്നാണ് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 വിധികളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എങ്കിലും 3ഉം ഏകകണ്ഠമായ വിധി പ്രഖ്യാപനങ്ങളാണ് എന്നത് വളരെ പ്രസക്തമാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവിയില്ല. ആർട്ടിക്കിൾ 370 താൽക്കാലികം മാത്രമാണ്. ഇന്ത്യയുടെ ഭാഗമായപ്പോൾ തന്നെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പരമാധികാരം ഇല്ലാതായി എന്ന സുപ്രധാന വിധി പ്രഖ്യാപനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കേന്ദ്ര സർക്കാർ വാദങ്ങൾ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു. 23 ഹർജികളാണ്
ഈ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കുണ്ടായിരുന്നത്. ഇതിൽ എതിർ ഹർജികൾ എല്ലാം, അവരുടെ വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ജമ്മു കാശ്മീരിൽ അവിടെ ഇലക്ഷൻ നടത്തണമെന്ന സുപ്രധാനമായ ഒരു നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണം, 2024 സെപ്റ്റംബറിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുമാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. രാഗേഷ് തുടരുന്നു. രാഗേഷ്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ ഇതിലെടുത്തിരിക്കുന്ന നിലപാടുകൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു. പ്രസിഡന്റിന് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള എല്ലാ അധികാരവുമുണ്ട് എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലും നിലപാടുകളിലും ഒന്നായിരുന്നു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുക എന്നത്. ആ തീരുമാനം നടപ്പാക്കി ഇപ്പോൾ 4 വർഷത്തിനിപ്പുറം സുപ്രധാനമായ വിധി പ്രഖ്യാപനം വന്നിരിക്കുന്നു. കോടതി അത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അടുത്ത ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് അത് വലിയ നേട്ടമായി തന്നെ ഉയർത്തിക്കാട്ടാനും കഴിയുന്ന ഒരു സാഹചര്യമാണ്. എന്തൊക്കെയാണ് ഈ വിധി പ്രഖ്യാപനത്തിന്റെ ഇനിയുള്ള പ്രത്യാഘാതങ്ങൾ, പ്രതിഫലനങ്ങൾ? രേണുക, തീർച്ചയായും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി നൽകുന്നത്. കാരണം കേന്ദ്രത്തിൻ്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ വിധി മറിച്ചായിരുന്നെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ഭരണഘടനാപരമായ പ്രതിസന്ധി അത് ചെറുതായിരുന്നില്ല. ഏതായാലും BJP അവരുടെ ഏറെ കാലമായുള്ള വാഗ്ദാനം, പ്രകടന പത്രികയിലൊക്കെ ഉൾപ്പെടുത്തിയ വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടാം മോദി സർക്കാർ നടപ്പാക്കുകയും ചെയ്തത്. ഇപ്പോൾ ഏതായാലും കേസിൽ ജസ്റ്റിസ് സഞ്ജയ് കൗളിൻ്റെ വിധി പ്രസ്താവം നടക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് പറഞ്ഞതിന് സമാനമായ പരാമർശങ്ങൾ തന്നെയാണ്, വിധി പ്രസ്താവം തന്നെയാണ് ഇപ്പോൾ ജസ്റ്റിസ് SK കൗളും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഘടനയുടെ 370 അനുച്ഛേദം അത് താൽക്കാലികമാണ് എന്ന് തന്നെയാണ് ജസ്റ്റിസ് സഞ്ജയ് കൗളും വ്യക്തമാക്കുന്നത്. അതായത് ചീഫ് ജസ്റ്റിസിൻ്റെ വിധി പ്രസ്താവത്തോട് ചേർന്ന് നിൽക്കുന്ന വിധി തന്നെയാണ് ജസ്റ്റിസ് സഞ്ജയ് കൗളും നടത്തിയിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്, ഭിന്നവിധികളില്ല, വ്യത്യസ്ത വിധിന്യായങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ ചീഫ് ജസ്റ്റിസിനോട് ചേർന്ന് നിൽക്കുന്ന ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ SK കൗളും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് കശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 370 അത് താൽക്കാലികം മാത്രമല്ല ആന്തരികമായ പരമാധികാരത്തെ അംഗീകരിക്കാതിരിക്കാനുള്ള മാർഗമാണ് എന്നുകൂടി ഇപ്പോൾ ജസ്റ്റിസ് സഞ്ജയ് കൗൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ജസ്റ്റിസ് സഞ്ജയ് കൗളിന്റെ വിധി പ്രസ്താവവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാകേഷിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ അൽഫോൺസ് കണ്ണന്താനം നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. BJP നേതാവ് ശ്രീ അൽഫോൺസ് കണ്ണന്താനം, കശ്മീരിന് പ്രത്യേക അധികാരമില്ല, രാഷ്ട്രപതിയുടെ ഉത്തരവുകൾ സുപ്രീം കോടതി ശരിവച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സുപ്രധാന വിധി പ്രഖ്യാപനത്തെ കാണുന്നത്? സുപ്രീം കോടതി വിധി വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ആർട്ടിക്കിൾ 370 അത് അബോളിഷ് ചെയ്യാനുള്ള ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ പാർലമെന്റിൽ അംഗമായിരുന്നു. അന്ന് ഞാൻ ഇതിനെപ്പറ്റി പ്രസംഗിച്ചതാണ്. ഞാൻ അന്ന് പറഞ്ഞു ഇതായിരുന്നു, ഈ 370 ആർട്ടിക്കിൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് അതൊരു മഹാപൊട്ടത്തരമായിരുന്നു, അതിന്റെ ആവശ്യമില്ലായിരുന്നു. അതിന്റെ ന്യായം പറഞ്ഞിരുന്നത്, അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാശ്മീരിൽ പ്രത്യേക സംസ്കാരവും അവരുടെ ഭാഷയും ഒക്കെ നിലനിർത്തണമെങ്കിൽ ഈ 370 ആവശ്യമാണ് എന്നായിരുന്നു. എന്റെ മറുചോദ്യം ഇതായിരുന്നു, കേരളത്തിന്റെ സംസ്കാരവും കേരളത്തിന്റെ ഭാഷയും നിലനിർത്തണ്ടേ? അതുപോലെ തന്നെ തമിഴ്നാടിനെ നിലനിർത്തണ്ടേ? ഗുജറാത്തിനെ നിലനിർത്തണ്ടേ? ഈ കാശ്മീരിന്റെ സംസ്കാരത്തിനും ഭാഷയ്ക്കും എന്താ പ്രത്യേകത ഇരിക്കുന്നത്? അതിനെ ഒരു പ്രത്യേക ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ പോലെയുള്ള ഒരു ഫെഡറൽ സിസ്റ്റത്തിന് അവർക്ക് പ്രത്യേക കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇന്ത്യയുടെ നിയമങ്ങൾ കാശ്മീർ അസംബ്ലി പാസ്സാക്കിയില്ലെങ്കിൽ ആ നിയമങ്ങൾ കാശ്മീർ നിയമമാവൂലായിരുന്നു. ഇതൊക്കെ ചെയ്തത് ഒരു മഹാവിഡ്ഢിതരമാണ് അന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊമൾഗേറ്റ് ചെയ്തപ്പോൾ, അഡോപ്റ്റ് ചെയ്തപ്പോൾ ചെയ്തത്. അതിനകത്ത് പിന്നെ പറഞ്ഞിരുന്നത് അതൊരു കുറച്ച് കാലത്തേക്ക് ടെമ്പററി ആയിട്ടാണ് അഡോപ്റ്റ് ചെയ്തതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞിട്ട് 75 വർഷം കഴിഞ്ഞിട്ടും ഇത് മാറ്റാനുള്ള ധൈര്യം ആരും കാണിച്ചില്ല. അത് മോദി സർക്കാരാണ് കാണിച്ചത്. അതിപ്പോൾ സുപ്രീം കോടതി സ്വാഗതം ചെയ്തിരിക്കുന്നു. അത് വളരെ സന്തോഷമാണ്. തീർച്ചയായും അത് ആ ഉത്തരവുകൾ ശരിവെക്കുമ്പോൾ തന്നെ ഫെഡറലിസം എന്ന സംവിധാനം, അതിന്റെ പ്രാധാന്യം ഈ വിധിന്യായത്തിൽ സുപ്രീം കോടതി എടുത്തു കാട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടുന്നതിന്റെ ജനപ്രതിനിധികൾ ഉണ്ടാകേണ്ടേ, അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സഭകൾ ഉണ്ടാകേണ്ടതിന്റെ പ്രാധാന്യവും കോടതി എടുത്തു കാട്ടുന്നുണ്ട്. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്നും 2024 സെപ്റ്റംബറിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്.
അതായത് ഇലക്ഷൻ നടത്താമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പാർലമെന്റിൽ തന്നെ അമിത്ഷാജി ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ അതിനെപ്പറ്റി യാതൊരു അഭിപ്രായ വ്യത്യാസവും കേന്ദ്രത്തിനില്ല അവിടെ ഇലക്ഷൻ നടത്തണമെന്നും. പക്ഷെ ഇതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യമല്ല, ഫെഡറൽ സിസ്റ്റത്തിന് വിപരീതമായിട്ടാണ് ഈ കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്നത് എന്നാണ് എന്റെ വാദം. കാരണം എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ അധികാരമുണ്ട്. അങ്ങനെ കാശ്മീരിന് വേണ്ടി പ്രത്യേക ഒരു അധികാരം ഇന്ത്യയുടെ നിയമങ്ങൾ കാശ്മീരിൽ ബാധകമാവൂല എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സംസ്കാരവും അവരുടെ ഭാഷയും മാത്രമേ പ്രൊട്ടക്ട് അത് നമ്മൾ പ്രത്യേകമായി നമ്മളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എന്റെ കാഴ്ചപ്പാടിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ സംസ്കാരത്തെയും അവരുടെ ഭാഷയൊക്കെ അതൊരു ഒരു ഒരു പുച്ഛമായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ ആർട്ടിക്കിൾ 370 കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അതുണ്ടാകാനുള്ള യാതൊരു റാഷണലും ഒരു അതിന്റെ പുറകിൽ ഒരു ചിന്തയൊന്നുമില്ല. അത് അന്ന് അങ്ങനെ സംഭവിച്ചു. അത് നെഹ്റു കാണിച്ച ഒരു പൊട്ടത്തരം. പണ്ടേ അത് അബോളിഷ് ചെയ്യുന്നതായിരുന്നു, ഇപ്പോൾ ചെയ്തു. അത് സ്വാഗതാർഹമാണ്. ശരി, സ്വാഗതാർഹമാണ് സുപ്രീം കോടതി വിധി പ്രഖ്യാപനം എന്നതാണ് ശ്രീ അൽഫോൺസ് കണ്ണന്താനം സൂചിപ്പിച്ചത്. BJP നേതാവ് വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഈ അവസരത്തിൽ സഹകരിച്ചതിന്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി പ്രതിഷേധത്തിന് പിന്നീട് എറണാകുളം ജില്ലയിലേക്ക് കടക്കുമ്പോൾ ആ പ്രതിഷേധത്തിന്റെ സ്വഭാവം കൂടി മാറുന്നുവെന്ന് എടുത്ത് പറയേണ്ടി വരുന്നു. എറണാകുളം ജില്ലയിലേക്ക് വന്നപ്പോൾ ആലുവയിലും അങ്കമാലിയിലും പറവൂർ ഭാഗങ്ങളിലുമെല്ലാം തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രതിഷേധിച്ചവർക്കെതിരെയെല്ലാം തന്നെയും ഡിവൈഎഫ്ഐ CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുന്നു, പരാതികൾ ഉണ്ടാകുന്നു. ഇരുഭാഗത്തും തന്നെയും പോലീസ് നടപടികൾ എടുക്കേണ്ടി വരുന്നു. ഇന്നലെ എൽദോസ് കുന്നപ്പള്ളിയിൽ MLA-ക്കെതിരെയും പ്രതിഷേധമുണ്ടാകുന്നു, കയ്യേറ്റമുണ്ടാകുന്നു. അതിൽ കണ്ടാലറിയാവുന്ന 30ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ നിലവിൽ കേസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരുഭാഗങ്ങൾ വലിയ രീതിയിലേക്ക് ഈ പ്രതിഷേധിക്കുന്നതും അതോടൊപ്പം തന്നെ കൂടുകയാണ്. കേസെടുക്കുമ്പോഴും അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധക്കാരെ പാർട്ടി പ്രവർത്തകർ തന്നെ നേരിടുമ്പോഴും ഇതിൽ ഈ സംഘർഷം വലിയ രീതിയിലേക്ക് വളർന്നു വരുന്നൊരവസ്ഥയാണ് കാണുന്നത്. എറണാകുളം ജില്ലയിലെ പര്യടനം ഇന്നലെ പൂർത്തിയാക്കി അടുത്ത ജില്ലയിലേക്ക് കയറുമ്പോഴും ആ പ്രതിഷേധത്തിന്റെ സ്വഭാവം വലുതാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിലായിട്ട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കമുള്ളവ നടത്തുന്നുണ്ട്. ഇന്ന് ഇവിടെ ജില്ലയിലെ MLA-മാരുൾപ്പെടെയുള്ളവർ, DCC KPCC ഭാരവാഹികൾ, ജില്ലയിലെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനം നടത്തുന്നതും ഈ പ്രതിഷേധങ്ങളുടെ ശക്തി ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിലും ഈ മറ്റു ജില്ലകളിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാം തന്നെയും മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ളൊരു പ്രതിഷേധം തന്നെയായിരിക്കും നവകേരള യാത്രയ്ക്ക് നേരിടേണ്ടി വരിക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രഞ്ജിന് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിഷേധം അതേപടി തന്നെ നിലനിർത്തുക, അല്ലെങ്കിൽ അതൊന്നുകൂടി വർദ്ധിപ്പിക്കുക. തങ്ങളുടെ പ്രതിഷേധം റോഡുകളിലേക്ക് വലിയ രീതിയിൽ ഉണ്ടാകുമെന്ന് KC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് തന്നെയും ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ടായിരിക്കും വരുന്ന ദിവസങ്ങളിലെ പ്രതിഷേധത്തിന്റെ സ്വഭാവം ഉണ്ടാകുക. നവകേരള ബസിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ അറസ്റ്റ്. KSU സംസ്ഥാന സെക്രട്ടറി ബേസിൽ വർഗീസ് ഉൾപ്പെടെ 4 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. വധശ്രമ കുറ്റം ചുമത്തിയാണ് KSU പ്രവർത്തകർക്കെതിരെ കേസ്. എൽദോസ് കുന്നപ്പള്ളിയിൽ MLA-യും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെയും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തും. അതേസമയം MLA കയ്യേറ്റം ചെയ്ത കേസിൽ കണ്ടാലറിയാവുന്ന 30ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഡാനി ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. ഡാനി, എന്തായാലും ഷൂ എറിഞ്ഞവർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നു. വലിയ തോതിൽ അത് പ്രതിഷേധമാക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു. എങ്ങനെയാണ് ഇതിന്റെ ഒരു വിശദാംശങ്ങൾ? രഞ്ജിനെ, പ്രതിഷേധിച്ചവർക്ക് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഷൂ എറിഞ്ഞവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. KSU പ്രവർത്തകർക്ക് നേരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇവരെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ പിടിയിലായിരുന്നു സംസ്ഥാന സെക്രട്ടറി അടക്കം 3 പേരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ FIR-ൽ പറയുന്നതനുസരിച്ച് വാഹനത്തിന് നേരെ ഷൂ എറിയുകയും അത് വലിയ രീതിയിലൊരു അപകടത്തിന് കാരണമാവുകയും അതിൽ സഞ്ചരിച്ചിരുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരുടെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ജീവന് അപകടത്തിലാകുന്ന രീതിയിലേക്ക് പോകുന്ന പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവരുടെ ജീവൻ തന്നെ അപകടത്തിൽപ്പെടുത്തുന്ന രീതിയിൽ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ്. ഇങ്ങനെയാണ് വധശ്രമത്തിനടക്കം കാരണമാകുന്ന രീതിയിൽ തന്നെ കേസ് എടുത്തിരിക്കുന്നത്. കടുത്ത വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലായിട്ട് പ്രതിഷേധ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കുറുപ്പുംപടിയിലും അതോടൊപ്പം തന്നെ പെരുമ്പാവൂരിലും ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെയും തന്നെയും കേസ് എടുത്തിട്ടുണ്ട്. ശക്തമായ നടപടികളാണ് പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യങ്ങളിൽ വ്യക്തമായ
സൂചനകൾ നൽകിയിരുന്നു. ഷൂ എറിയുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിനു നേരെ സ്വീകരിക്കുന്ന നടപടികളും ഉണ്ടാകുമെന്ന് വ്യക്തമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതേ തുടർന്നാണ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെ ഇവർക്കെതിരെ കേസ് ഉണ്ടായിരിക്കുന്നത്. KSU പ്രവർത്തകരെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അല്പസമയത്തിനകം തന്നെ ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. പ്രധാന വാർത്തകൾ. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് ശരിവെച്ച് സുപ്രീംകോടതി. മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത പരമാധികാരം കാശ്മീരിനില്ല. അനുച്ഛേദം 370 താൽക്കാലികം മാത്രം. 2024 സെപ്റ്റംബർ 30-നകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും നിർദ്ദേശം. ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പ്രസ്താവം ഏകകണ്ഠമെന്ന് ചീഫ് ജസ്റ്റിസ്. ഷൂ എറിഞ്ഞുള്ള പ്രതിഷേധത്തെ തള്ളി കോൺഗ്രസ് നേതൃത്വം. വൈകാരിക പ്രതിഷേധങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് VD സതീശൻ. പ്രതിഷേധ രീതിയെ പിന്തുണയ്ക്കാതെ KSU അധ്യക്ഷനും. ഷൂ എറിഞ്ഞവർക്കെതിരെ വധശ്രമത്തിന് കേസ്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ആക്രമിച്ചാൽ ചെറുത്തുനിൽപ്പ് തുടരുമെന്ന് DYFI. വയനാട്ടിലെ നരഭോജി കടുവയെ കണ്ടെത്താൻ വ്യാപക തെരച്ചിൽ. മരിച്ച പ്രജീഷിന്റെ കുടുംബത്തിനുള്ള ആദ്യ ഗഡു ധനസഹായം ഇന്ന് കൈമാറും. തിരുവമ്പാടിയിൽ റോഡിൽ പുള്ളിപ്പുലി ചത്ത നിലയിൽ. ശബരിമല പാതയിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നു. ഇടത്താവളങ്ങളിൽ വാഹന നിയന്ത്രണം. വെർച്വൽ ക്യൂ വഴി ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് 80,000 പേർ. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ തീരുമാനം സുപ്രീംകോടതി ശരിവച്ചിരിക്കുകയാണ്. കാശ്മീരിന് പ്രത്യേക പദവിയില്ല എന്ന് സുപ്രീംകോടതി വിധിച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ 370 താൽക്കാലികം മാത്രം എന്നതാണ് സുപ്രീംകോടതി വിധിയിൽ പറയുന്നത്. ഇന്ത്യയുടെ ഭാഗമായപ്പോൾ തന്നെ പ്രത്യേക പരമാധികാരം കാശ്മീരിന് നഷ്ടപ്പെട്ടു. രാഷ്ട്രപതി ഭരണം നിലനിർത്താൻ നിയമസഭ. ശരി, നമുക്ക് ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ചില പ്രതികരണങ്ങൾ ഈ പ്രധാനപ്പെട്ട വിധിയുമായി ബന്ധപ്പെട്ട് വരികയാണ്. ഗുലാം നബി ആസാദ് സംസാരിക്കുന്നു. അതിലേക്ക് लोग काम करें. हमारी सबसे बड़ी इंडस्ट्री है टूरिज्म और वो लिमिटेड लोगों के लिए है. हमारी सबसे बड़ी इंडस्ट्री जम्मू कश्मीर की है नौकरी, सरकारी नौकरी, और उसमें भी अब बहुत कम नौकरियां होती. जाहिर स्टेट बहुत छोटी है. अब उसमें पूरे मुल्क के 130 करोड़ जो आबादी हमारे में वो अप्लाई कर सकते हैं हर महकमे के लिए. तो हमारे जो नौजवान बच्चे हैं या बच्चियां हैं पढ़ी लिखी, वो और बेकारी हमारी बढ़ेगी, कई गुना और ज़्यादा बढ़े. तो ये तमाम चीज़ें जब रखी गई थी आर्टिकल 370 में, 35A में, 35A में, इन तमाम चीज़ों को नज़र में रखा गया था कि एक बॉर्डर स्टेट है, एक तरफ से चाइना है, दूसरी तरफ से पाकिस्तान है, और कोई यहाँ ज़रिया आमदनी नहीं है, कोई खदाने नहीं है, बड़े कोयले की खदाने या दूसरी खदाने. तो ये चीज़ें आर्टिकल 370, 35A रखना चाहिए ताकि इनको तमाम लाजमात मिले. आज उन लाजमात से हम कोर्ट जाएंगे. हम कह सकते हैं आज के बाद जम्मू कश्मीर के लोगों का कोर्ट से भी अब भरोसा हट गया है. मैं ये तो नहीं कह सकता कोर्ट से भरोसा उठ गया, लेकिन ये था कि एक उम्मीद थी, क्योंकि कई चीज़ों में हम सब ने, हिंदुस्तान के हिंदू मुसलमान ने पिछले कई सालों से कहा था जो कोर्ट करेगा वो आखिरी फैसला होगा. जैसे बाबरी मस्जिद के बारे में कहा था, इसी तरह से और कई चीज़ों में कहा था और उसको स्वीकार किया था. तो अब हमारी उम्मीद थी कि सुप्रीम कोर्ट, क्योंकि वो किसी दल की, किसी पक्ष की, किसी सियासी पार्टी से ताल्लुक़ नहीं रखते हैं, और ख़ास तौर से आज की जो ये बेंच था वो बिल्कुल मैं कह सकता हूँ कि बहुत ही अच्छा बेंच था. लेकिन अब उन्होंने कॉन्स्टिट्यूशन को इंटरप्रेट किया और कॉन्स्टिट्यूशन के हिसाब से उन्होंने कहा कि 370 है. लेकिन मैं बुनियादी तौर पे कहता हूँ कि इसको ख़त्म करना 5 अगस्त 2019 को ही गलती थी जब किया गया.
സുപ്രധാന വിധി പ്രഖ്യാപനത്തിന്റെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രാകേഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. രാകേഷ്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമായ വിധി പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ വാദങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു കോടതി. 23 ഹർജികൾ പരിഗണിച്ച് 16 ദിവസം വാദം കേട്ടതിനു ശേഷമാണ് സുപ്രധാനമായ വിധി പ്രഖ്യാപനം കോടതി നടത്തിയിരിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രത്യേക പദവി എടുത്തുകളഞ്ഞ തീരുമാനം കോടതി ശരിവെച്ചത്? നിരീക്ഷണങ്ങൾ എന്തൊക്കെ? രേണുക, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചിരിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ തീരുമാനത്തെ, രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് ശരിവെച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം ജമ്മു കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്, ആ നടപടിയെ കോടതി ശരിവെച്ചു എന്നുള്ളതാണ്. കാരണം ഭരണഘടനയുടെ അനുച്ഛേദം 370 റദ്ദാക്കിക്കൊണ്ടാണ് കശ്മീരിനുള്ള പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞത്. കോടതി വ്യക്തമാക്കിയത് കശ്മീരിന് പ്രത്യേക അധികാരമില്ല എന്നുള്ളതാണ്. കാരണം 1947 ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായതോടുകൂടി കശ്മീരിന് പ്രത്യേക അധികാരം ഇല്ലാതായി എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, കശ്മീരിന് പ്രത്യേക അധികാരം നൽകിയിരുന്ന 370 വകുപ്പ് അത് താൽക്കാലികമാണ് എന്നുകൂടി ചീഫ് ജസ്റ്റിസ് വിധിച്ചിരിക്കുന്നു. അതായത് അധികാര കൈമാറ്റത്തിൻ്റെ സമയത്ത് ഒരു നടപടിക്രമം, ഒരു പ്രക്രിയ എന്ന രീതിയിലാണ് നടപ്പാക്കിയത്. മാത്രവുമല്ല, യുദ്ധസമയമായതുകൊണ്ടാണ് അത് നടപ്പാക്കിയതെന്നാണ് കോടതി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ താൽക്കാലികം മാത്രമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് രാഷ്ട്രപതിയുടെ ഉത്തരവിനെ ശരിവെച്ചിരിക്കുന്നത്. മാത്രവുമല്ല, രാഷ്ട്രപതി ഭരണം 2018 മുതൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണമാണ്, ജമ്മു കാശ്മീരിൽ രാഷ്ട്രപതി ഭരണമാണ്. അങ്ങനെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ നടപടിയെ അതിൽ ഇടപെടുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല എന്നുകൂടി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഹർജിക്കാർ അക്കാര്യങ്ങൾ ഉന്നയിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി സംബന്ധിച്ചാണ്. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി തിരികെ നൽകണം, അക്കാര്യം സർക്കാർ തന്നെ വാദത്തിനിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു നിലപാട് പറയുന്നില്ല. പക്ഷേ സംസ്ഥാന പദവി തിരികെ നൽകുകയും എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊരു നിർദ്ദേശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് 2024 സെപ്റ്റംബറിന് മുമ്പ് കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത്. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി, ലഡാക്കും കശ്മീരും എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായാണ് വിഭജനം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒരെണ്ണത്തിന് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, മറ്റൊന്നിന് ഇല്ല. ആ നിലയ്ക്കായിരുന്നു ആ വിഭജനം സാധ്യമായിരുന്നു. അപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ള ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണം എന്ന നിർദ്ദേശമാണോ കോടതി ഇപ്പോൾ നൽകിയിട്ടുള്ളത്? വിഭജനത്തെ അംഗീകരിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിലെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന നിർദ്ദേശം. രേണുക, അക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ വാദത്തിനിടെ തന്നെ സംസ്ഥാന പദവി സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് ജമ്മു കശ്മീരിലേക്ക്, സാധാരണ നിലയിലേക്ക് ജമ്മു കശ്മീരിൽ കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ ജമ്മു കശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി നൽകുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. അത് ലഡാക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഴയ ജമ്മു കശ്മീരാണോ അതോ ലഡാക്ക് ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഭാഗമാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും സംസ്ഥാന പദവി നൽകാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്നീ വാദത്തിനിടെ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. കാരണം കേന്ദ്ര സർക്കാർ ഇതിനൊരു ന്യായമായി പറഞ്ഞിരുന്നത് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതരായതാണ്. അതിന് ചില കണക്കുകൾ കേന്ദ്രം അന്ന് നിരത്തുകയും ചെയ്തു. അതായത് വിഘടനവാദം കുറഞ്ഞു, ഒപ്പം തന്നെ സൈന്യത്തിനടക്കമുള്ള സുരക്ഷാ സേനയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കുറഞ്ഞു തുടങ്ങി കണക്കുകൾ പോലും അന്ന് ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ സംസ്ഥാന പദവി നൽകാമെന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയതാണ്. അത് തന്നെയാണ് അക്കാര്യത്തിൽ ഒരു നിർദ്ദേശം കോടതി നൽകാത്തതും. സംസ്ഥാന പദവി എത്രയും വേഗം നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 24 നടത്തണമെന്ന് പറയുന്നത്. സ്വാഭാവികമായും സെപ്റ്റംബർ 24 എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ളത് 1 വർഷത്തിൽ താഴെ മാത്രം സമയമാണ്. അപ്പോൾ അതുകൊണ്ട് മുമ്പ് തന്നെ ഒരു തീരുമാനമെടുക്കുകയും വിജ്ഞാപനമടക്കം പുറപ്പെടുവിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും വേണം. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബില്ലുകൾ ഇപ്പോൾ നിലവിൽ രാജ്യസഭ പാർലമെന്റ് ഇപ്പോൾ സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് ഇടപെട്ടോട്ടെ. 2024 സെപ്റ്റംബർ 30 തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ഒരു പക്ഷേ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനു മുൻപ് തന്നെ, കാരണം അതിനകം നടപടികൾ പൂർത്തിയാക്കണമെന്ന് പറയുമ്പോൾ അതിനു മുൻപുള്ള ഒരു തീയതി തീരുമാനിച്ചുകൊണ്ട് നടപടികളുമായി വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ലേ?
അതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 30 എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 30-നകം തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്ന തരത്തിൽ നടപടികളിലേക്ക് പോകണം. അതായത് സ്വാഭാവികമായും ഓഗസ്റ്റ് മാസത്തിൽ മറ്റും ഏറ്റവും ചുരുങ്ങിയത് ഓഗസ്റ്റ് മാസത്തിലെങ്കിലും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ആ നടപടികളിലേക്ക് കമ്മീഷൻ കടക്കേണ്ടി വരും. അപ്പോൾ അതിനു മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാന പദവി നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടി വരും. ഏതായാലും കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ ജമ്മു കാശ്മീർ പുനഃസംഘടന ബില്ലൊക്കെ ഇപ്പോൾ പാർലമെന്റ് സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബില്ലുകളൊക്കെ തന്നെ സഭയുടെ പരിഗണനയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. കേന്ദ്ര സർക്കാരും ഇക്കാര്യം കോടതിയിൽ ആവർത്തിച്ചതാണ്. അതായത് സംസ്ഥാന പദവി നൽകും, അക്കാര്യത്തിൽ ഒരു വ്യക്തത കുറവുമില്ല. പക്ഷേ സാഹചര്യം അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്നു തുടങ്ങി കഴിഞ്ഞ ഈ 2019 ഓഗസ്റ്റ് 5 ശേഷമുള്ള സാഹചര്യങ്ങൾ ഒക്കെ വിശദീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ വാദം അന്ന് കോടതിക്ക് മുമ്പാകെ നിരത്തിയത്. അതുകൊണ്ട് ഒരു തീരുമാനം ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും സ്വാഭാവികമായി ഉണ്ടാകും. തീർച്ചയായും രാകേഷ്, പാർലമെന്റിന്റെയും രാഷ്ട്രപതിയുടെയും ഒക്കെ അധികാരം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന വിധി പ്രഖ്യാപനമാണ് ഇത് എന്ന് നമുക്ക് പറയാമോ? 373 പ്രകാരം ഈ വകുപ്പ് റദ്ദാക്കാൻ അധികാരമില്ല എന്നതാണ് ഈ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ തീരുമാനമെടുക്കാൻ അക്കാര്യത്തിൽ ഇടപെടാൻ സുപ്രീം കോടതിക്കാവില്ല എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. ശിഥിലീകരണത്തിനോ മറ്റെന്തെങ്കിലും മോശം ലക്ഷ്യങ്ങളോടെ അല്ല ഈ തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നത്, ഏകീകരണത്തിന് വേണ്ടിയാണ് എന്നുകൂടി സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ പരമാധികാരങ്ങളിൽ ഇടപെടാതെ മാറി നിന്നുകൊണ്ട് അതിനെ ഒന്നുകൂടി ഉയർത്തിപ്പിടിക്കുന്ന സമീപനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത്തരമൊരു ഉത്തരവ് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. കാരണം മറിച്ചായിരുന്നൊരു വിധിയെങ്കിൽ അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായി കോളിളക്കം ഉണ്ടാക്കുന്നു, ഒപ്പം തന്നെ ഭരണഘടനാപരമായും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ അത്തരമൊരു നടപടികളിലേക്കൊന്നും കോടതി പോകുന്നില്ല. മറിച്ച് സർക്കാരും ഒപ്പം തന്നെ പാർലമെന്റ് കൈക്കൊണ്ട തീരുമാനത്തെയും ഒപ്പം തന്നെ രാഷ്ട്രപതി കൈക്കൊണ്ട തീരുമാനത്തെയും കോടതി ചോദ്യം ചെയ്യുന്നില്ല. അതിനുള്ള അധികാരമുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന പരാമർശം കൂടി ഈ വിധി പ്രസ്താവത്തിലൂടെ കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം മറിച്ചൊരു വിധിയായിരുന്നെങ്കിൽ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതിനെ, ഒപ്പം തന്നെ വലിയ രീതിയിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ പോകുമായിരുന്നു. ഇപ്പോൾ അതൊന്നും ഉണ്ടാകുന്നില്ല. മറിച്ച് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട രാഷ്ട്രപതിയുടെ 2 വിജ്ഞാപനം അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. അതായത് ചീഫ് ജസ്റ്റിസിന്റെ വിധിയോട് യോജിച്ചുകൊണ്ട് അങ്ങനെ സുപ്രധാനമായ വിധി പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. ചില പ്രതികരണങ്ങൾ കൂടി വരേണ്ടതുണ്ട്, അതിലേക്ക് വരാം. അതിനു മുൻപ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ DGP ഓഫീസിലേക്കുള്ള മാർച്ച് അക്രമാസക്തമായിരിക്കുന്നു. വലിയ പ്രതിഷേധം അവിടെ ഉയരുകയാണ്. തിരുവനന്തപുരത്ത് DGP ഓഫീസിന് മുന്നിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് തുടരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ, അക്രമ സംഭവങ്ങൾ, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം. കഴിഞ്ഞ ദിവസം ഷൂ എറിഞ്ഞതുമായി ബന്ധപ്പെട്ട സമര രീതിയെ KSU കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളയുന്നുണ്ട് എങ്കിൽ പോലും അവർക്കെതിരെ വധശ്രമ കേസ് ഉൾപ്പെടെ എടുത്ത് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ വളരെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നേരത്തെ ചില സംഘർഷത്തിനുമൊക്കെ ഈ മാർച്ചിനിടയിൽ
ചില സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഡാൻ കുര്യൻ ഉണ്ട് അവിടെ നിന്ന്. ഡാൻ, വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നവകേരള സദസ്സുമായി തുടർച്ചയായി ഉണ്ടായി വരുന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധം. എന്താണ് ഇപ്പോൾ പ്രവർത്തകരുടെ നീക്കം? അവിടെ പോലീസ് ഉണ്ടോ? ഏതെങ്കിലും വിധത്തിൽ സംഘർഷ സാധ്യതകൾ നിലനിൽക്കുകയാണോ ഇപ്പോഴും? ജനിക, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ DGP ഓഫീസിലേക്ക് പ്രതീകാത്മകമായി വാഴയുമായി മാർച്ച് നടത്തിയത്. മാനവീയം വീതിയിൽ നിന്ന് തുടങ്ങിയ മാർച്ച് DGP ഓഫീസിന് സമീപത്ത് ആൽത്തറ ജംഗ്ഷനിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് തടയുകയായിരുന്നു. അവിടെ വെച്ച് പോലീസിനെ വാഴ കൊണ്ട് അടിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം പോലീസ് ചെറുത്ത് നിൽക്കുന്നതിനിടയിലാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായത്. തുടർന്ന് പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആൽത്തറ ജംഗ്ഷനിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പോലീസ് ഇരുവശങ്ങളിലുമുണ്ട്. DGP ഓഫീസിന് സമീപത്തേക്ക് മാർച്ച് എത്താതിരിക്കുന്നതിന് വേണ്ടി ഇരുവശങ്ങളിലും ഈ ബാരിക്കേഡ് തീർത്തുകൊണ്ട് പ്രതിഷേധക്കാരെ തടഞ്ഞിരിക്കുകയാണ്. രേണുക, ഡാൻ കുര്യനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിനുശേഷം ഇപ്പോൾ പ്രവർത്തകർ ഇപ്പോഴും അവിടെ കൂട്ടം കൂടി നിന്ന് മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിക്കുകയാണ്. അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. നേരത്തെ സംഘർഷത്തിന്റെ വക്കുവരെ കാര്യങ്ങൾ എത്തിയിരുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി തങ്ങളുടെ പ്രതിഷേധിക്കുന്ന പ്രവർത്തകർക്കെതിരെ ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം എന്നതാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സൂചിപ്പിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമുണ്ടായ ഷൂ എയറുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടികളെ നേതൃത്വം തന്നെ തള്ളിക്കളയുന്ന സാഹചര്യവും ഉണ്ടായി. അത് ജനാധിപത്യ രീതിയിലുള്ള സമരമാർഗമല്ല എന്നതാണ് KSU നേതൃത്വവും ഒപ്പം കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കുന്നത്. VD സതീശൻ തന്നെ ആ സമര രീതിയെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പോലും പ്രവർത്തകർക്കെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അക്രമം കാട്ടുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഗുണ്ടാ സംഘങ്ങളാണ് അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് എന്നവർ ആരോപിക്കുന്നു. വധശ്രമത്തിനുൾപ്പെടെ കേസെടുത്ത നടപടിയിലുമാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയരുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഗ്രൂപ്പിന്റെ DCCയിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. പ്രതിഷേധത്തിൽ നിന്ന് യാതൊരു രീതിയിലും പിന്നോക്കം പോകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് KSUവും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഇന്ന് ഇവിടെ മണ്ഡലത്തിൽ എറണാകുളം ജില്ലയുടെ വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ളവ ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായി നടക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. രഞ്ജിനി, ഡാനി, ഇതിലിപ്പോൾ പ്രതിഷേധിച്ചവർക്കെതിരെ നടപടി ഇങ്ങനെ കടുപ്പിക്കുന്ന ഒരു സാഹചര്യം, 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇത് കോൺഗ്രസ് വലിയ രാഷ്ട്രീയ വിഷയമാക്കിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരത്തില്ലേ? ആദ്യം തന്നെ ഇത് വലിയ ചർച്ചയാക്കി കോൺഗ്രസ് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ അറസ്റ്റേക്കടക്കം കാര്യങ്ങൾ കടക്കുമ്പോൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദമാക്കി തന്നെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? തീർച്ചയായും രഞ്ജിനി, അതിലൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം, നവകേരള യാത്ര തുടങ്ങിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രതിഷേധം, അതിന് നേരിട്ട രീതി, പിന്നീട് അതിന് ഒരു ഇടവേള വന്നു. വാർത്തകൾ തുടരുന്നു. വയനാട് വാകേരിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഒരാളുടെ ജീവനെടുത്ത കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും. ശനിയാഴ്ച ഉച്ചയോടെ പശുക്കൾക്ക് പുല്ലരിയാൻ പോയ മൂടക്കൊല്ലി സ്വദേശി പ്രജീഷാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വയനാട്ടിൽ നിന്ന് ജിൻസ് തോട്ടുങ്കര വിവരങ്ങളുമായി ചേരുകയാണ്. ജിൻസ്, കടുവയ്ക്കായുള്ള തെരച്ചിൽ ആരംഭിച്ചു എന്നതാണ് 10 മണിക്ക് ജിൻസ് നൽകിയ വിവരം. ഇപ്പോഴും തുടരുകയാണോ? എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? യുവാവിന്റെ ജീവനെടുത്ത കടുവയ്ക്കുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വനംവകുപ്പ്. ഈ പ്രദേശത്ത് സ്ഥാപിക്കാനുള്ള കൂടും അല്പസമയം മുൻപേ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ മേഖലയിൽ
ഉത്തരമേഖല CCF ദീപ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വനം വകുപ്പിന്റെ 2 RR ടീം അംഗങ്ങളാണ് 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ വാഗേരിയിലെ വനമേഖലയിലും തോട്ടങ്ങളിലും തെരച്ചിൽ നടത്തുന്നത്. ഈ പ്രദേശത്ത് ഇന്നലെ കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചെങ്കിലും ഈ കടുവയുടെ പുതിയ ചിത്രങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. രാവിലെ നടത്തിയ പരിശോധനയിലും പുതിയ കാൽപ്പാടുകളൊന്നും തന്നെ കണ്ടെത്തില്ല. ഇപ്പോഴും നിലവിൽ ഈ തെരച്ചിൽ പുനരാരംഭിക്കുകയാണ്. ഉത്തരമേഖല CCF ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നിലവിൽ ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കടുവയ്ക്കായി കെണിയൊരുക്കാനുള്ള കൂടും ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ശരി, ജിൻസാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല വാർത്ത. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. 18ാം പടിയിൽ പിടിപ്പത് പണിയാണ് പോലീസിന്. അതിവേഗം ഭക്തരെ കയറ്റിവിടണം. നിർമ്മാണത്തിലിരിക്കുന്ന മേൽക്കൂരയുടെ കൽത്തൂണുകൾ ഇവർക്കുണ്ടാക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. കേരള ആംഡ് പോലീസും ഇന്ത്യ റിസർവ് ബറ്റാലിയനുമാണ് 18ാം പടിയുടെ ചുമതല. ഓരോ ഷിഫ്റ്റിലും 12 പേർ വീതമടങ്ങുന്ന 3 സംഘങ്ങൾ. ഓരോ 20 മിനിറ്റിലും ഇടവേളയില്ലാത്ത കഠിന കർമ്മം. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ പോലീസുകാർ 1 മാസത്തെ രാജസ്ഥാൻ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വന്നത് സന്നിധാനത്തേക്ക്. ഒരു മിനിറ്റിൽ 70 മുതൽ 90 പേരെ വരെ കയറ്റിവിടാറുണ്ട്. മല കയറി വരുന്നവരിൽ 20% സ്ത്രീകളാണ്. കുട്ടികളുമേറെയാണ്. ഭിന്നശേഷിക്കാരെയും പ്രത്യേകം പരിഗണിക്കണം. ഇവരെയൊക്കെ കൂടുതൽ ശ്രദ്ധയോടെ വേണം പടികയറ്റാൻ. അതനുസരിച്ച് എണ്ണത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരും. പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഹ്യൂമാനിറ്റി കാരണം ഇപ്പോൾ ഒരു 20% ഓഫ് ഗേൾസ് ആണ്, പിന്നെ ലേഡീസ് ഉണ്ട്, പ്രായമായ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ 20% ഉള്ള ആൾക്കാരിൽ ഒരുപാട് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു പരിമിതികളുണ്ട്. ഈ പരിമിതികളുള്ളിൽ ചെയ്യുന്ന സമയത്താണ് ഇത് നമ്പേഴ്സ് കുറഞ്ഞത്. ചില ഭക്തർ 18 പടിയും തൊട്ടു വണങ്ങിക്കയറാൻ ശ്രമിക്കും. മറ്റു ചിലർ തങ്ങളുടെ ഭാരം മുഴുവൻ പോലീസിന്റെ ഉത്തരവാദിത്വമെന്ന മട്ടിൽ പെരുമാറും. ഇതിനെല്ലാം പുറമേയാണ് നിർമ്മാണത്തിലിരിക്കുന്ന മേൽക്കൂരയുടെ തൂണുകളുണ്ടാക്കുന്ന പ്രതിസന്ധി. ഭക്തരെ വലിച്ചു കയറ്റുന്നതിനിടെ പലവട്ടം കൈമുട്ട് തൂണിലിടിക്കും. കാലൂന്നി നിൽക്കാനും നന്നേ പണിപ്പെടണം. ചുരുക്കി പറഞ്ഞാൽ നടുവൊടിക്കുന്ന പണി. ചിലപ്പോഴൊക്കെ വിശ്രമിക്കേണ്ട സമയത്തും കർമ്മനിരതരാകേണ്ടി വരും. ഇത്രയൊക്കെ പണിപ്പെട്ടിട്ടും പരാതിയാണ് ചിലർക്ക്. കയറ്റിവിടുന്നതിന്റെ എണ്ണം കുറവാണെന്നും അതുകൊണ്ടാണ് വലിയ തിരക്കുണ്ടാകുന്നതെന്നും ആക്ഷേപം കേൾക്കാറുണ്ട്. പക്ഷേ ഇവർക്കറിയാം ഇവർ എന്താണ് ചെയ്യുന്നതെന്ന്. കഠിനമെന്റെ അയ്യപ്പ. ക്യാമറമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം VS കൃഷ്ണരാജ്, ന്യൂസ് 18. ദർശന സമയം കൂട്ടിയതോടെ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമായി. ഇന്ന് 80,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. കൃഷ്ണരാജിന്റെ റിപ്പോർട്ടിൽ. സന്നിധാനത്ത് ഇന്നും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ മുതൽ ഭക്തരുടെ ഒഴുക്കായിരുന്നു ഇവിടേക്ക്. പോലീസ് സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനാൽ തിരക്ക് നിയന്ത്രണ വിധേയം എന്ന കാര്യം എടുത്തു പറയണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നന്നേ പണിപ്പെടേണ്ടി വന്നു പോലീസിന് നിയന്ത്രിക്കാൻ. പക്ഷേ ഇന്നലെ മുതൽ ഇങ്ങോട്ട് കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്ത് വന്ന്
തൊഴുത ശേഷം വീണ്ടും തങ്ങി വീണ്ടും അയ്യനെ കാണാൻ ഇവിടെ തങ്ങുന്നവരെ കൃത്യമായി കണ്ടെത്തി മലയിറക്കാനുള്ള ശ്രമവും വിജയകരമായി പൂർത്തിയാകുന്നുണ്ട്. ഇന്നലെ 77,732 പേരാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സന്നിധാനത്തെത്തി തൊഴുതുമടങ്ങിയത്. എന്നാൽ അതിലേറെ പേർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് വിർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്തവരുടെ എണ്ണം 80,000 അതായത് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 90,000-ൽ നിന്ന് 80,000-ലേക്ക് വിർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. അതിൽ നടപ്പിലാക്കിയിട്ടുമുണ്ട്. 9,690 പേരാണ് സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഇവിടേക്ക് എത്തുന്നത്. സ്പോട്ട് ബുക്കിംഗ് നിർത്തിവെച്ചിട്ടുണ്ട്. കാനനപാതയിലൂടെ വരുന്നവരുടെ എണ്ണം കൂടി പരിഗണിച്ചാൽ 1,00,000-ഓളം പേർ വന്നു പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അവധി ദിവസമല്ല, മാത്രമല്ല പരീക്ഷ തുടങ്ങുന്നു, പരീക്ഷ വരാനിരിക്കുന്നു ചില സ്കൂളുകളിൽ. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വരാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും മലയാളി ഭക്തരുടെ എണ്ണത്തിലും കാര്യമായ കുറവ് വരാൻ സാധ്യതയുണ്ട്. ഏതായാലും വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നു. നടപ്പന്തലിലും ഫ്ലൈ ഓവറിലുമൊക്കെ വലിയ ഭക്തരുടെ തിരക്ക് നമുക്ക് കാണാം. പക്ഷേ ഒരു ഒഴുക്കുണ്ട് അയ്യനെ കണ്ടു മടങ്ങുന്നതിൽ. അതുകൊണ്ട് തന്നെ തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് എന്ന് പറയാം. ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ക്യാമറമാൻ സുമേഷ് മൊറാടയ്ക്കൊപ്പം VS കൃഷ്ണരാജ്, ന്യൂസ് 18. തലസ്ഥാനത്ത് സിനിമാക്കാർ ചലച്ചിത്രമേള തുടങ്ങി ദിവസം 4ആയിട്ടും അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ എന്തോ മിസ്സിംഗ് ആണെന്ന് പലരും പറയുന്നു. പതിവ് കാഴ്ചകൾ പലരും ഇക്കുറി ഇല്ലാത്തതാണ് കാരണമെന്ന മറുപടിയാണ് ചിലർക്ക്. ഒന്നും മാറിയിട്ടില്ലെന്ന് പറയുന്നവരുമുണ്ട്. 28ാം വയസ്സ് ആഘോഷിക്കുന്ന നമ്മുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ പ്രതിനിധികൾ ഭൂരിഭാഗവും 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാണ്. ഇവരുടെ ഊർജ്ജം നിറയുന്ന സാന്നിധ്യത്തിൽ പോലും ഈ ചലച്ചിത്രോത്സവത്തിന് മുൻ വർഷങ്ങളിലേതുപോലെ ഒരു വൈബില്ല എന്ന് അവർ തന്നെ പറയുന്നു. വാസ്തവമുണ്ട്, അന്വേഷിക്കാം. ടാഗോർ തിയേറ്ററിന് മുന്നിലെ സ്ഥിരം ഭജന സംഘങ്ങളുടെ സ്ഥിരം ഇരിപ്പിടം മൃണാൾ സെൻ കൈയടക്കിയിരിക്കുന്നു. അവിടെ മൃണാൾ സെൻ ചിത്രങ്ങളുടെ പ്രദർശനമാണ്. മേള ചെറുപ്പക്കാരുടേതായി മാറിയെങ്കിലും മേളയ്ക്ക് ഭയങ്കര ഗൗരവമായെന്ന് മറ്റു ചിലർ. പാട്ടില്ല, പക്കമേളമില്ല, എന്തിന് മരുന്നിന് പോലും ഒരു പ്രതിഷേധമില്ല. ഇതെന്ത് മേളയെന്ന് ചിലർ. മേള ഇങ്ങനെ മതി, സ്വസ്ഥമായി സിനിമ കാണാമല്ലോ എന്ന് മറ്റു ചിലർ. എങ്കിലും മൊത്തത്തിൽ ഒരു വൈബ് കുറവുണ്ട്. എന്തായിരിക്കും കാരണം? നമ്മൾ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഫെസ്റ്റിവൽ വേദിയിൽ ആ ഓളം ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇവിടെ ചില ആളുകളുടെ സൗകര്യപ്രദമായിട്ട് ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് കാണാൻ നമുക്ക് ഇവിടെയുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററുകളൊക്കെയാണല്ലോ നല്ലത്. ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് എപ്പോഴും തിരക്കാണല്ലോ. ആഘോഷങ്ങളും ഉത്സവങ്ങളും തിരക്ക് തന്നെ വേണം. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി എല്ലാ പരിപാടിയും സ്പ്ലിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ അതിന്റെ ആ ഓളം പോയി, അതിന്റെ ആ താളം പോയി. ടാഗോറിൽ നിന്ന് കലാപരിപാടികൾ മാനവീയത്തിലേക്ക് മാറ്റിയതോടുകൂടി ഒരു വൈബ് നഷ്ടപ്പെട്ടു പോയി. അതുമാത്രമല്ല, ഒരു 5 വർഷം കഴിയുമ്പോൾ ഒരു 30 വയസ്സിന് താഴെയുള്ള ആളുകൾ എത്രമാത്രം ഇത് സ്വീകരിക്കുമെന്ന് സംശയമുണ്ട്. കാര്യം വൈബില്ലാത്ത ഒരു അവസ്ഥ ഒരു ചലച്ചിത്രമേളയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. വൈബ് അന്വേഷിച്ച് തെക്ക് വടക്ക് നടക്കേണ്ടതില്ല. കുറച്ച് അകലെ മാറി സ്ഥിരം സ്ഥലത്തല്ലെങ്കിലും അവിടെ കുട്ടികൾ തകർക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ എന്ത് മേള? ക്യാമറമാൻ വിപിൻ മുരളിക്കൊപ്പം എസ് ലാലു, ന്യൂസ് 18. ഇന്നത്തെ സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്ക്. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,680 രൂപ, പവന് 40,440 രൂപ, വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,317 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ പരിപാടി പ്രതിഷേധത്തിന് പിന്നീട് എറണാകുളം ജില്ലയിലേക്ക് കടക്കുമ്പോൾ ആ പ്രതിഷേധത്തിന്റെ സ്വഭാവം കൂടി മാറുന്നുവെന്ന് എടുത്ത് പറയേണ്ടി വരുന്നു. എറണാകുളം ജില്ലയിലേക്ക് വന്നപ്പോൾ ആലുവയിലും അങ്കമാലിയിലും പറവൂർ ഭാഗങ്ങളിലുമെല്ലാം തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രതിഷേധിച്ചവർക്കെതിരെയെല്ലാം തന്നെയും ഡിവൈഎഫ്ഐ CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുന്നു, പരാതികൾ ഉണ്ടാകുന്നു. ഇരുഭാഗത്തും തന്നെയും പോലീസ് നടപടികൾ എടുക്കേണ്ടി വരുന്നു. ഇന്നലെ എൽദോസ് കുന്നപ്പള്ളിയിൽ MLAക്കെതിരെയും പ്രതിഷേധമുണ്ടാകുന്നു, കയ്യേറ്റമുണ്ടാകുന്നു. അതിൽ കണ്ടാലറിയാവുന്ന 30ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ നിലവിൽ കേസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരുഭാഗങ്ങൾ വലിയ രീതിയിലേക്ക് ഈ പ്രതിഷേധിക്കുന്നതും അതോടൊപ്പം തന്നെ കൂടുകയാണ്. കേസെടുക്കുമ്പോഴും അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധക്കാരെ പാർട്ടി പ്രവർത്തകർ തന്നെ നേരിടുമ്പോഴും ഇതിൽ ഈ സംഘർഷം വലിയ രീതിയിലേക്ക് വളർന്നു വരുന്നൊരവസ്ഥയാണ് കാണുന്നത്. എറണാകുളം ജില്ലയിലെ പര്യടനം ഇന്നലെ പൂർത്തിയാക്കി അടുത്ത ജില്ലയിലേക്ക് കയറുമ്പോഴും ആ പ്രതിഷേധത്തിന്റെ സ്വഭാവം വലുതാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിലായിട്ട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കമുള്ളവ നടത്തുന്നുണ്ട്. ഇന്ന് ഇവിടെ ജില്ലയിലെ MLAമാരുൾപ്പെടെയുള്ളവർ, DCC KPCC ഭാരവാഹികൾ, ജില്ലയിലെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനം നടത്തുന്നതും ഈ പ്രതിഷേധങ്ങളുടെ ശക്തി ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിലും ഈ മറ്റു ജില്ലകളിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാം തന്നെയും മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ളൊരു പ്രതിഷേധം തന്നെയായിരിക്കും നവകേരള യാത്രയ്ക്ക് നേരിടേണ്ടി വരിക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രഞ്ജിന് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിഷേധം അതേപടി തന്നെ നിലനിർത്തുക, അല്ലെങ്കിൽ അതൊന്നുകൂടി വർദ്ധിപ്പിക്കുക. തങ്ങളുടെ പ്രതിഷേധം റോഡുകളിലേക്ക് വലിയ രീതിയിൽ ഉണ്ടാകുമെന്ന് KC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് തന്നെയും ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ടായിരിക്കും വരുന്ന ദിവസങ്ങളിലെ പ്രതിഷേധത്തിന്റെ സ്വഭാവം ഉണ്ടാകുക. നവകേരള ബസിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ അറസ്റ്റ്. KSU സംസ്ഥാന സെക്രട്ടറി ബേസിൽ വർഗീസ് ഉൾപ്പെടെ 4 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. വധശ്രമ കുറ്റം ചുമത്തിയാണ് KSU പ്രവർത്തകർക്കെതിരെ കേസ്. എൽദോസ് കുന്നപ്പള്ളിയിൽ MLAയും നമസ്കാരം. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം. ഹിന്ദി ഹൃദയഭൂമിയിൽ താമര വിരിഞ്ഞപ്പോൾ കൈപ്പത്തി മടങ്ങി. തെലങ്കാനയിൽ അധികാരത്തിലെത്തിയത് മാത്രമാണ് കോൺഗ്രസിന്റെ ആശ്വാസം. മിസോറാമിൽ BJPക്കും താഴെയായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിർത്താതെ മത്സരിച്ച BJP 3 മുഖ്യമന്ത്രി നിശ്ചയിക്കാൻ സമയമെടുത്തു.